ഹായ്. 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 നമ്മള് ഇന്ന് പിന്നെയും കാഷ്വൽസ് ആയിട്ട് വന്നതല്ലേ. അതെ. ഇന്നലെ നമ്മള് കുറേ പറഞ്ഞു. ഇന്ന് നമുക്ക് ഇന്നും എന്താ, നമ്മൾ കുറെ പറയണം. ഇപ്പം കൊറേ പറയാനുണ്ടല്ലോ. അതെ. നമ്മളിപ്പോ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന പോലെ നമ്മുടെ സ്കൂൾ ഡേയ്സ് നമുക്ക് അത് തന്നെ ഒരു ടോപ്പിക് കാണലുണ്ടല്ലോ. ഓ അടിപൊളിയായിരിക്കും. പറഞ്ഞു ഓ, തുടങ്ങി തീരൂല. ഞങ്ങൾക്ക് കുറെ അടിപൊളി. എക്സ്പീരിയൻസ് ഇല്ലേ ഞാനും നമുക്ക് ഇവനും സ്കൂളില്. കണക്ട് പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത് ഒരു സ്കൂളിലായിരുന്നു. അപ്പൊ ഒരുപാട് കഥകളാ സ്കൂളില്. കഥകൾ. സ്കൂൾ ലൈഫ് ഭയങ്കര രസമായിരുന്നു, പക്ഷെ ഭയങ്കര ടോക്സിക് ആയിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലാവണേ. അന്ന് നമ്മൾ ആ ഒരു അന്ന് നമുക്ക് ഇതിന്റെ നമ്മളെല്ലാവരും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പ്രശ്നമായിരുന്നു, ഇത് ഇങ്ങനെ അല്ലായിരുന്നു, ഇങ്ങനെ വേണ്ടിയിരുന്നു എന്നൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പഴതൊക്കെ അതെ. മനസ്സിലായിട്ടുണ്ട്. ഇപ്പോഴാണ് ടീച്ചർമാർ അങ്ങനെ ചെയ്യും. അതാ. ഇപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയത്. അന്ന് നമ്മൾ അനുഭവിച്ച ഓരോ കാര്യങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടതായിരുന്നില്ല. നമുക്ക് അങ്ങനെ ഒരു റെസ്പോണ്ട് ആയിരുന്നില്ല നമ്മുടെ ടീച്ചേഴ്സിന്റെ അടുത്തുനിന്നോ ഫ്രണ്ട്സിന്റെ അടുത്തുനിന്നോ കിട്ടേണ്ടത് എന്നുള്ളൊരു ഒരു റിയലൈസേഷൻ ആണ് എനിക്ക് ഉണ്ടാവുന്നത്. ഞങ്ങൾക്കൊക്കെ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള വേർഷൻസ് ആണ് ഞങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുള്ളത്. ഒരുപാട് ടീച്ചേഴ്സിന്റെ അടുത്തുനിന്ന് പുച്ഛവും പഠിക്കില്ല എന്നല്ല, ഞങ്ങൾ ആവറേജ് സ്റ്റുഡൻസ് ആയിരുന്നു. ഇവൻ എന്ന് വെച്ചാൽ ഇവൻ എഴുതാനുള്ളൊരു കഴിവില്ല എന്നുള്ളൊരു പ്രശ്നം വെച്ചാൽ നല്ല ബുദ്ധിയുള്ളവർക്കായിരുന്നു. പക്ഷെ ഈ ഞങ്ങളുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാന്നുള്ളൊരു സാധനം ഞങ്ങൾ ടീച്ചേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. അവരുടെ കാര്യങ്ങള് അവർക്ക് വേണ്ടി ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അവർക്ക് എങ്ങനെ പോയാലും പരീക്ഷയ്ക്ക് മാർക്സ് കൊടുക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മളുടെ അത് ഇൻസെക്യൂരിറ്റീസിനെ എല്ലായിടത്തും ഉണ്ടായിരുന്നായിരിക്കും. ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തിട്ടുണ്ട്. കാരണം അന്ന് നമുക്കറിയില്ലായിരുന്നു അത് നമ്മുടെ നമുക്ക് എല്ലാം നോർമലായിട്ടിരുന്ന് അവര് പറഞ്ഞ് എല്ലാം നോർമലാണെന്ന് പറയുകയും ചെയ്യും. എന്നാൽ നമ്മുടെ ഇൻസെക്യൂരിറ്റീസിനെ അവര് കേർട്ട് ചെയ്യണമുണ്ടായിരുന്നു. എടുത്ത് കാണിച്ചു. ഉറപ്പായിട്ടും അത്. പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഞാൻ ചോദിക്കുന്ന ഒരു സ്കൂളിലെ ഇലക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു സമയത്ത് ഒരു ക്ലാസ് ലീഡറിനെ തെരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂൾ ലീഡറിനെ തെരഞ്ഞെടുക്കുമ്പോൾ അതിന് പഠിക്കുന്നവർ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഓ, അതിന് ലീഡർഷിപ്പ് എക്സാമ്പിളാണ് ക്വാളിറ്റി ഞാൻ. ഉള്ള പിള്ളേരായിരിക്കും. അതെ, അതിന് ലീഡർഷിപ്പ് ഏറ്റവും ക്വാളിറ്റി നല്ല ഉള്ള എക്സാമ്പിളാണ് ഞാൻ. പിള്ളേരുണ്ടായിരിക്കണം എന്നുള്ളതാണ് അർത്ഥം. പക്ഷെ അവര് തെരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെ പോയാലും നന്നായിട്ട് പഠിക്കുന്ന എല്ലാ അക്കാഡമിക്കലി ഇങ്ങനെ മുന്നോട്ട് നിൽക്കുന്ന പിള്ളേരെ മാത്രമേ അവര് ചൂസ് ചെയ്യത്തുള്ളൂ. മറ്റുള്ളവർക്ക് അതിനുള്ള കഴിവില്ല. അതിനങ്ങ് തഴഞ്ഞു വിടുക. അങ്ങനത്തെ ഒരു കാറ്റഗറി ആയിരുന്നു ഞാനും. നമ്മളൊക്കെ ഏകദേശം അങ്ങനത്തെ കാറ്റഗറിയാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ലാസ്റ്റ് 10ാം ക്ലാസ്സില് സ്കൂൾ ലീഡർ ഇലക്ഷൻ വന്നപ്പോൾ ഇവനായിരുന്നു ഞങ്ങളുടെ സ്കൂളിലെ ലീഡർ. അവൻ ലീഡർ ആയതിന് എല്ലാ ടീച്ചേഴ്സും വെച്ചാൽ ഒട്ടുമിക്ക എല്ലാ ടീച്ചേഴ്സും ഭയങ്കര എതിർപ്പായിരുന്നു. കാരണം ഞങ്ങളുടെ ക്ലാസ് ടീച്ചറിന്റെ ഒരു മൈൻഡില് പുള്ളിയുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ഇത് പാസ്സാവും, അല്ലെങ്കിൽ അവന് കിട്ടും എന്നൊരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ സംഭവം ഞങ്ങളുടെ ക്ലാസ്സിലുള്ള ഗേളും ബോയും തന്നെയാണ് ലീഡറായത്. അടുത്തൊരു സന്തോഷം പുള്ളിക്കുണ്ട്. പക്ഷെ പുള്ളിയുടെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള ഒരാൾ ലീഡർഷിപ്പിലേക്ക് വന്നില്ല എന്നുള്ളൊരു പ്രശ്നം പുള്ളിക്ക് ഒരു ഈഗോ പോലെ ഉണ്ടായിരുന്നു. ടീച്ചേഴ്സൊക്കെ കറക്റ്റായിട്ട് വന്ന് ക്ലാസ്സിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവനൊക്കെ എന്ത് കണ്ടിട്ടാ പിള്ളേർ വോട്ട് ചെയ്തത്, ഇവരെന്ത് കഴിവുണ്ടായിട്ടാണ്, ഇവന് പഠിക്കാൻ ടീച്ചേഴ്സ് പറ്റും. തന്നെ ടീച്ചേഴ്സ് തന്നെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നു. അതായത് പഠിക്കുന്ന കുട്ടികളായിരുന്നു ലീഡർ ആവേണ്ടത്, പഠിക്കാത്ത പിള്ളേർ എന്നെ പോലെ ആവറേജ് പഠിക്കാത്ത പിള്ളേർ ലീഡർ ആവേണ്ടത് ആളല്ല. അവർ ഹെയ്റ്റ് അത് ഭയങ്കര ടോക്സിക് ആക്കുമായിരുന്നു അന്നത്. ഇവർക്ക് കഴിവില്ല, ഇവനെ കാണാൻ ഒരു ഭംഗിയില്ല എന്നൊക്കെ അങ്ങനത്തെ രീതിയിലുള്ളതുണ്ട്. ഇവൻ മണ്ടനാണ്, ഇവൻ കഴിവില്ല, ഇവൻ എന്ത് അധികാരമാണ് അല്ലെങ്കിൽ എന്ത് അർഹതയാണ് ഒരു ലീഡർ ആവാനുള്ളത് എന്നൊരു സാധനമായിരുന്നു ഇവനിലേക്ക് ഉണ്ടായിരുന്നത്. അത് എല്ലായിടത്തും ഇങ്ങനെ തന്നെയാ. ഞാൻ പറഞ്ഞ ഒരു സ്റ്റാഫ് റൂമിലേക്ക് ഒന്ന് പോയിട്ട് ഒരു ചോക്ക് എടുത്തിട്ട് വരണമെങ്കിൽ അതിന് പോലും വിടുന്നത് പഠിക്കുന്ന ഏതെങ്കിലും പിള്ളേരെ വിടും. അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ചോദിക്കുന്നത് ഒരു ചോക്ക് എടുത്തിട്ട് എല്ലാത്തിനും വരാനോ, ഒരു വടി എടുത്തിട്ട് വരാനോ, ഒരു ബുക്ക് എടുത്തിട്ട് വരാനോ, ഒരു ടെക്സ്റ്റ് എടുത്തിട്ട് വരാൻ ആഹ് ഇതിനൊന്നും ഇതിന് പോലും ചൂസ് ചെയ്യാൻ പറ്റാത്ത പിള്ളേരാ പഠിക്കാത്ത പിള്ളേര്. ഞങ്ങൾക്ക് അങ്ങനെയുള്ളവരായിരുന്നു. സ്കൂളിലേക്ക് അല്ലാണ്ട് ക്ലാസ് കിട്ടുന്ന പരിപാടിയുണ്ട്. അവിടെയും ഇങ്ങനത്തെ ഈ സാധനം തന്നെയാണ്. എപ്പോഴും റെഗുലർ ആയിട്ട് ആരാണോ ആകുന്നത് മാസം മാസം റൊട്ടേഷൻ പോലെ ഇങ്ങനെ ലീഡർ മാറും. അല്ല, ലീഡർ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നി ഒരു സംഭവം.
ഒരു പ്രാവശ്യം എന്തോ എന്നെ ലീഡർ ആക്കി എന്നുള്ളതല്ലാണ്ട് അത് ഈ റോൾ നമ്പർ അനുസരിച്ച് ലീഡേഴ്സിനെ വെക്കുന്നത്. നമ്മുടെ പേരൊക്കെ ആദ്യം വരുന്ന കാരണം ഏതൊരു പ്രാവശ്യം ലീഡർ ആക്കി. എന്റെ ക്ലാസ്സിൽ ഇന്ന് മെയിൻ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ക്ലാസ് അടിച്ചു വരാൻ, ചൂലെടുക്കാൻ പോവുക, അടിച്ചു വരിക, ക്ലാസ് തുടയ്ക്കുക, ക്ലാസ് ക്ലീൻ ചെയ്യുക, ബോർഡ് ക്ലീൻ ചെയ്യുക, സ്റ്റോക്ക് എടുത്തോണ്ട് വരിക, എന്താ വടി എടുത്തോണ്ട് വരുന്നത്. അപ്പൊ ആര് ലീഡർ ആയാലും ചൂലെടുക്കാൻ പോവാനും ക്ലാസ് അടിച്ചു വരാനും ആവശ്യമുണ്ടെങ്കിൽ എന്റെ ക്ലാസ് ടീച്ചർ എന്നെ വിളിക്കുന്നു, അഖില ഗോ ടേക്ക് ദ റൂം ആൻഡ് കം ക്ലീൻ ദ ക്ലാസ്, അഖില ടേക്ക് ദ ഡസ്റ്റ്ബിൻ ആൻഡ് പുട്ട് ഇൻ ദ വേസ്റ്റ് ബാസ്ക്കറ്റ്. ഇതായിരുന്നു അഖില അവിടെ കുപ്പിയും പാട്ടയും പറഞ്ഞാൽ നടക്കുന്നത്, അതിന്റെ അടിച്ചു വരാൻ നടക്കുന്നത്. അതായിരുന്നു അഖില. അത് ഇത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അന്നൊക്കെ ഞാൻ ചെയ്യായിരുന്നോ. പിന്നെ ആലോചിക്കുമ്പോൾ അന്ന് തന്നെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്തിന് ഞാൻ ക്ലാസ്സിൽ എത്രയോ പേരുണ്ട്, ഒരു ആൺകുട്ടിയോട് പറയും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെൺകുട്ടിയോട് പറയത്തില്ല, എന്റെ അടുത്ത് പറയത്തില്ല. അതിലെന്നെ പിന്നെ മെയിൻ ആയിട്ട് ആവശ്യമുള്ളത് അന്ന് നമ്മൾ ഈ ചർച്ചയൊക്കെ വെച്ച് പാട്ടൊക്കെ പാടി കണ്ടൊക്കെ കളിച്ച് നടക്കുന്നതിന് ടൂർ പോകാൻ നേരത്തെ അതിലേന്ന് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അന്താക്ഷരി കളിക്കാൻ നേരത്തെ അതിലേന്ന് സാറിന്റെ ടീമിന് ആവശ്യമുണ്ട് പൈസ വയ്ക്കാൻ. അതായിരുന്നു അഖില. അതിനായിരുന്നു അഖില. അഖില ഏത് ടീമിലാണോ ഞാൻ ആ ടീമിലാട്ടോ, അതിലൊരു ടീമില്ല ഞാൻ. അഖില അവിടെ എല്ലായിടത്തും ഉണ്ട്, പക്ഷെ ഞാൻ ആ ഫ്രെയിമിലൊന്നുമില്ല. ഒരു പിന്നെ ഒരു ഫ്രെയിമിൽ കയറ്റാനില്ല. ഒരു കലാപരമായിട്ടൊരു കഴിവില്ല, പഠിക്കാൻ കഴിവില്ല, ഒരു ഒരു പ്രോഗ്രാമിന് കയറ്റാൻ കൊള്ളൂല, ഒന്നുമില്ല, ഒരു സ്പേസിൽ പോലും ഇല്ല. ആകെ അവിടെ എനിക്കുണ്ടായിരുന്ന സ്പേസ് മണ്ടൻ, എഴുതാൻ കഴിവില്ലാത്തവർ. ചോദിച്ചു നോക്ക്, പറ നീ ബാക്കി പറ. ക്ലാസ് സ്കൂൾ ലീഡർ ആയതിനു ശേഷമുള്ള ധീരത കഥകൾ ഒരു പ്രസംഗം പറഞ്ഞു എവിടെയൊക്കെ പോകണ്ട വന്നു നീ പറ പോകട്ടെ. അവിടുന്ന് ആ കഴിവില്ലാത്തവരിൽ നിന്ന് സ്കൂൾ ലീഡർ ആയി കഴിഞ്ഞ് ക്ലാസ്സിൽ സ്കൂൾ ലീഡർ ആയി കഴിഞ്ഞ ടീച്ചേഴ്സ് മൊത്തം ഇവൻ എങ്ങനെ സ്കൂൾ ലീഡറായി, ഇവൻ ആര് ജയിപ്പിച്ചു എന്നുള്ളൊരു ചോദ്യമായി. പിന്നെ മൊത്തം ടീച്ചേഴ്സായി പിള്ളേരായി. മൊത്തത്തില് പിള്ളേര് പിന്നെയും കുഴപ്പമില്ല, പിള്ളേര് അത്ര ടോക്സിക് അല്ല നമ്മുടെ കൂടെ ഉള്ളവര്, ചിലവരൊഴിച്ച് അല്ലേ. കുറച്ചു പേര് ഒഴിച്ച് ബാക്കി പിള്ളേരെ കൊണ്ട് അതും ചില പിള്ളേരെ ടീച്ചേഴ്സ് ഭയങ്കര ടോക്സിക് ആക്കുവാണ്. ടീച്ചേഴ്സ് ബിൽഡ് ചെയ്ത് വരുവാണ്. അതായത് ഇന്ന കാറ്റഗറി ഓഫ് പിള്ളേരോട് നിങ്ങൾ മിണ്ടരുത്, നിങ്ങൾ പഠിക്കുന്ന പിള്ളേരാണ്, നിങ്ങൾ അവരോട് മിണ്ടിയാൽ നിങ്ങളുടെ നമ്മളെന്തോ ഇൻഫെക്ഷൻ പോലെയാണ്. നമ്മൾ മിണ്ടി അവരുടെ പഠിപ്പ് നമ്മൾ അവരുടെ അടുത്ത് മിണ്ടി കഴിഞ്ഞാൽ അവരുടെ പഠിക്കാനുള്ള എബിലിറ്റീസ് പോകുന്നൊക്കെയാണ് ടീച്ചേഴ്സിന്റെ വിചാരം. നിങ്ങൾ പഠിക്കുന്ന പിള്ളേരാണ്, നിങ്ങൾ അവരുടെ കൂടെ ഡിസ്റ്റർബ് ചെയ്യരുത്. ആ അതുപോലെ അവിടെ എന്തെങ്കിലും കൂടെ പഠിപ്പിക്കാതാക്കണം. അതായിരുന്നു അവിടെ പോയി നമ്മളെയും കൂടെ പഠിപ്പിക്കാതാക്കണം. സംസാരിക്കുവാ. നമ്മൾക്കിപ്പം ചില പരീക്ഷയ്ക്ക് മുമ്പ് ഞങ്ങൾക്ക് CBSE ആയിട്ട് FA1 FA2 എന്ന് പറഞ്ഞിട്ട് ചെറിയ പരീക്ഷ. അപ്പൊ ഒരു പീരീഡ് ഒക്കെ കാണുള്ളൂ ഒരു പരീക്ഷ. അപ്പൊ രാവിലെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഒരു ദിവസം ക്ലാസ്സിൽ രാവിലത്തെ 2 പീരീഡ് ഫ്രീ ആയിരിക്കും, ഉച്ച കഴിഞ്ഞായിരിക്കും പരീക്ഷ. അപ്പൊ അങ്ങോട്ട് ഇരുത്തി പഠിക്കാൻ പറയും. അപ്പൊ നമ്മൾ ഇരുന്ന് കഴിയുമ്പം അവരെടുത്തിരുന്ന് കഴിയുമ്പം അവരെ എനിപ്പിച്ചിട്ട് നീ കം ആൻഡ് സിറ്റ് അനദർ സൈഡ് എന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ച് മാറ്റിരുത്. എന്താ നമ്മുടെ അടുത്തുനിന്ന് അവര് ഇനി നമ്മുടെ ഇൻഫെക്ഷൻ പകർന്നാലോ. അയ്യോ, ഇപ്പോഴത്തെ കാര്യം പറഞ്ഞപ്പോഴാ ഞങ്ങളുടെ ഇംഗ്ലീഷ് സാറ് ഞങ്ങൾ കുറച്ച് പേർക്ക് മാർക്ക് തരില്ല, മാർക്കേ തരില്ല. ഒരു എക്സാമിന് ഞാനും എന്റെ ഒരു ഫ്രണ്ടും കൂടെ പറഞ്ഞു, അവള് പറഞ്ഞു അവള് പഠിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ ഒരുമിച്ചിരിക്കുന്നേ. അപ്പൊ അവള് പറഞ്ഞു ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്കറിയാം, നീ എന്റെ നോക്കി എഴുതിക്കോ, പ്രശ്നമില്ലാന്ന് പറഞ്ഞു. അങ്ങനെ ആൾ എന്റെ നോക്കി എഴുതിയ ആൾക്ക്, എന്റെ നോക്കി എഴുതിയ ആൾക്ക് നല്ല മാർക്ക്, 10ലാണ് മാർക്ക്, 10ലൊരു 8, 7 റേഞ്ച്. എനിക്ക് 3, രണ്ടും ഒരേ പേപ്പറാണ് എഴുതിയതില്, എനിക്ക് 3. അപ്പൊ അതെന്താ എനിക്ക് അങ്ങനെ മാർക്ക് തന്നെ. ഞാൻ തിരി കാണിച്ചോണ്ടത് ഞാൻ എന്റെ സ്വന്തം രീതിയിൽ പഠിച്ചിട്ടില്ല. അങ്ങനെ സ്വന്തം രീതിയിലല്ല. അപ്പൊ അവള് എന്റെ പോയിന്റ്സ് ഒക്കെ എന്റെ നോക്കി എഴുതിയത്, പുള്ളിക്കാരി എഴുതുന്നത് അവളുടെ വേർഡ്സിൽ തന്നെയാണ് എഴുതിയത്. അപ്പൊ പുള്ളി അപ്പം പേപ്പർ എടുത്ത് നോക്കിട്ട് പറഞ്ഞു, ഇങ്ങനെ വേണം ആ കുട്ടിയുടെ പേപ്പർ എടുത്ത് ഇങ്ങനെ വേണം പരീക്ഷയിൽ എഴുതാൻ. ഞാൻ പഠിപ്പിച്ച സാധനമല്ല പേപ്പറിൽ വേണ്ടത്, നിങ്ങളുടെ സ്വന്തം വേർഡ്സില് ഗ്രാമേഴ്സ് ഒക്കെ കറക്റ്റ് ചെയ്ത് നിങ്ങൾ തന്നെ എഴുതിയാലാണ് നിങ്ങൾക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവുള്ളൂ. അടുത്ത ടെസ്റ്റ് പേപ്പർ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്തിട്ട് ഞാൻ സ്വന്തം വേർഡ്സിലാണ് എഴുതി. ഞാൻ സ്വന്തം വേർഡ്സിൽ എഴുതി കഴിഞ്ഞപ്പോ അത് പറ്റില്ല, അത് പോരാ. സ്വന്തം വേർഡ്സിൽ എഴുതിയിട്ട് ശരിയില്ല, ഇങ്ങനെയാണ് എഴുതുന്നത്, പിന്നെ ഞാൻ എന്തിനാ നിങ്ങളെ പഠിപ്പിച്ചേ, നിങ്ങൾ എന്തിനു ഞാനിത് പറഞ്ഞു തന്നെ. സ്വന്തം വേർഡ്സിൽ എഴുതാൻ പറ്റത്തില്ല, അത് പിന്നെ മാർക്ക് 2. അപ്പൊ എനിക്ക് വാശിയായി. ഞാൻ പഠിച്ചു എഴുതിയിട്ടും എനിക്ക് മാർക്കില്ല,
പഠിക്കാൻ കഴിച്ചിട്ട് മാർക്കില്ല. അപ്പൊ പിന്നെ എന്താണെന്ന് അറിയില്ല. അപ്പൊ പിന്നെ സാറ് തന്ന നോട്ട് അങ്ങനെ നോക്കി എഴുതിയേക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പ് സാറ് തന്ന നോട്ട് അതേപടി ഞാൻ മടി തുറന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തു. ഞാൻ പരീക്ഷ എഴുതി. അതിന് എനിക്ക് 3.5 മാർക്ക്. അപ്പൊ എനിക്ക് മനസ്സിലായി മനഃപൂർവ്വം തരാത്തതാണെന്ന് മനസ്സിലായി. അത് ലാസ്റ്റ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് എന്ത് തോന്നുന്നു നീ അത് ചെയ്തോ, ഞാൻ നിനക്ക് പറയാനും വരുന്നില്ല ചെയ്യാനും വരുന്നില്ല, ഞാൻ മടുത്തു നിന്നെ കൊണ്ടെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി പുള്ളിക്ക് എനിക്ക് മാർക്ക് തരാൻ താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്കൊന്നും ഞങ്ങൾക്കൊന്നും എന്ത് എഴുതി വെച്ചാലും മാർക്ക് തരില്ല. ആ ഞാൻ എഴുതുമ്പം എനിക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അതായത് എനിക്ക് എഴുതി വരുമ്പോ സ്പെല്ലിംഗ് തെറ്റിക്കൊണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ എഴുതുന്ന സെന്റൻസ് ഇറങ്ങിയിരിക്കും, ചിലപ്പോ ഒന്നോ രണ്ടോ ചെറിയ സെന്റൻസ് വേർഡ്സ് അക്ഷരം മാറിപ്പോയതായിരിക്കും. എന്റെ അത് മൊത്തം വെട്ടും. ഞങ്ങൾക്ക് എന്ത് കാണിച്ചാലും മാർക്ക് തരില്ല. മൊത്തത്തിൽ ബുക്കിൽ അതേപോലെ പ്രിന്റ് അടിച്ചു വെച്ചാൽ പോലും മാർക്ക് തരില്ല. തരില്ല. എവിടെയെങ്കിലും മാർക്ക് എവിടെയെങ്കിലും ഒരു കൊടുക്കും. വീട്ടോ ആ വാസോ ഒക്കെ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടുപിടിച്ചിട്ട് ഇത് തെറ്റാണെന്ന് വെട്ടിയിടും. എന്നിട്ട് ഫേവറേറ്റ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാർക്ക് കൊടുക്കും. ഇപ്പൊ ക്ലാസ് ഒക്കെ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് നാളെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്നതിനിടയ്ക്ക് ഒരുപാട് ആൺകുട്ടികൾ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇത് നിനക്കുണ്ടായ പോലത്തെ അനുഭവം ഞങ്ങൾക്കുണ്ടാവും, ഞങ്ങളും ബുക്ക് തുറന്നിട്ട് എഴുതിയിട്ടുണ്ട്, ഞങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടില്ല, ഞങ്ങൾ എന്തോരം വിഷമിച്ചിട്ടുണ്ടെന്നറിയാം ആ കാലഘട്ടത്തിൽ. കാരണം പേരൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ സംഭവത്തില്. ഇവർക്കുന്നൊരു ഇതുണ്ട് സ്കൂളുകാർക്ക്, നമ്മുടെ ഓരോ ആൻസർ ഷീറ്റും വീട്ടിൽ കൊണ്ട് പേരൻസിനെ സൈൻ ചെയ്യിപ്പിച്ചുകൊണ്ട് വേണം. സൈൻ ചെയ്യിപ്പിക്കാൻ വരുമ്പോൾ ഇതെന്തായിട്ട് നിനക്ക് 2 മാർക്കോ, നിനക്ക് 3 മാർക്കോ, നിനക്ക് 4 മാർക്കോ, ബാക്കി എല്ലാവരുടെ കമ്പാരിസൺ ആണ് അവിടെ. അപ്പോഴും അപ്പുറത്തെ വീട്ടിലെ കുട്ടിക്ക് മാർക്കുണ്ടല്ലോ, അല്ലെങ്കിൽ അതിന് മാർക്ക് കൂടുതലാ, നിനക്ക് എന്താ മാർക്കില്ലാത്ത, അതിന് പിടിച്ചൊരു ബാക്കിലേക്ക് മാർക്കുണ്ട്, അതിലെന്താ മാർക്കില്ലാത്ത, അങ്ങനത്തെ ഒരു കമ്പാരിസൺ നമ്മുടെ വീടുകളിലുണ്ടാവും. നോക്കുമ്പോ ഓരോ എക്സാമിനും താഴത്തേക്കാണ് വരുന്നത്. വീട്ടുകാർ വിചാരിക്കുന്നത് നമ്മൾ പഠിക്കുന്നില്ലാണ്. അപ്പൊ വീട്ടുകാർ നമ്മളെ കുറെ തല്ലും ചീത്തവിളിയും, നമ്മളെ ടി വി കാണാൻ സമ്മതിക്കുന്നില്ല, ചുമരിക്കാൻ സമ്മതിക്കുന്നില്ല, പഠിക്കുന്നില്ല എന്നും പറഞ്ഞ് ചിരിക്കുക. അപ്പോഴും നമ്മൾ പഠിക്കുന്നുണ്ടാവും. നമ്മൾ ടീച്ചേഴ്സ് നമുക്ക് മാർക്ക് തരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ കൊണ്ട് പേപ്പർ ചെക്ക് ചെയ്യണ ഒരു പരിപാടി ഉണ്ടാവും. അപ്പം ക്ലാസ്സിൽ കൊണ്ട് പേപ്പർ ചെക്ക് ചെയ്യുമ്പം പഠിക്കുന്ന ആളുടെ പേപ്പർ വന്നു കഴിഞ്ഞാൽ ഇത് പഠിക്കുന്ന ആളുടെ പേപ്പറാണ്, ഇത് മാർക്ക് ഇടുന്നു പറഞ്ഞിട്ട് നോക്കാതെ ചുമ്മാ മാർക്ക് ഇട്ടു. എന്നാ എന്റെ ഇവളുടെ പേപ്പർ എടുത്താ ദേ ഇവരുടെ പേപ്പർ കിട്ടി എന്ന് പറഞ്ഞിട്ട് അതിരുന്ന് ഓരോ സെന്റൻസ് ബൈ സെന്റൻസ് വായിച്ച് മൊത്തം മറ്റേത് വായിക്കണമെന്നില്ല, ചുമ്മാ സ്കാൻ ചെയ്യണ പോലെ ടിക്കിട്ട് വിടുന്നു. എന്താ എഴുതിയെങ്കിലും നോക്കണം. ഞങ്ങളുടെ ഓരോ സെന്റൻസ് വായിച്ചിട്ട് അതിനിടയ്ക്ക് ഗ്രാമർ ഉണ്ടോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ അരിച്ചു പെറുക്കി നോക്കി ക്ലാസ്സിൽ വിളിച്ചു പറഞ്ഞ് ഇതാക്കുവായിരുന്നു. ഇത് ചോദ്യം ചെയ്യുമ്പോൾ ഉള്ളത് എന്താണെന്നറിയോ, നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത്, നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് സ്വന്തം പറയാൻ പറ്റില്ലേ? ഈ ആൻസർ ഷീറ്റ് തരണമെങ്കിൽ നമ്മള് ടീച്ചേഴ്സ് ഇരിക്കും നമ്മുടെ അടുത്ത് കൊണ്ട് തരുന്നിട്ട് കാര്യം പറഞ്ഞിട്ട് പോവോ, അങ്ങനെയൊന്നുമല്ല. ടീച്ചേഴ്സ് ഫ്രണ്ടിലിരിക്കുന്ന അവിടെ പോയി മേടിച്ച് നമ്മള് ക്ലാസ് മൊത്തം നമ്മുടെ കഥകൾ നമ്മൾ എഴുതിയേക്കുന്ന ഓരോ അക്ഷരം തെറ്റ് മൊത്തം എടുത്ത് പറഞ്ഞ് എല്ലാം നിരത്തി നാണം കെടുത്തിയിട്ടേ കൊണ്ടിരുത്തുള്ളൂ. ആ ടൈമിലൊക്കെ അവരുടെ വിചാരത്തില് അങ്ങനെ പറഞ്ഞാലാണ് നമുക്കത് ഇൻസൾട്ട് ആണെന്നോ അല്ലെങ്കിൽ പിള്ളേർക്ക് അങ്ങനെ പിള്ളേർക്ക് അതുകൊണ്ട് ഉണ്ടാവുന്ന ഉള്ളിൽ അവരുണ്ടാവുന്ന ഒരു വിഷമോ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന ട്രോമയൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല. ടെക്സ്റ്റിലുള്ളത് പഠിപ്പിക്കുക, അത് എക്സാമിൽ കൊണ്ടുവന്ന് മാർക്ക് മേടിപ്പിക്കുക, അത് മാത്രമേ അത്രേ അവര് ടീച്ചേഴ്സ് ആണോ, ഇതാണ് അവരുടെ ഉത്തരവാദിത്വം എന്നുള്ളത് മാത്രമല്ല. എന്നാൽ കുട്ടികൾക്ക് അല്ലാതെ എന്തെങ്കിലും കഴിവുണ്ടോ അത് കണ്ടുപിടിക്കണോ, അത് തന്നെ. അല്ലെങ്കിൽ അവർക്ക് ഉള്ളിലുള്ള കഴിവുകൾ എന്താ അത് കണ്ടുപിടിക്കണോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ടീച്ചർ പിന്നെ ഒരു കുട്ടിയുടെ എന്താ ഇമോഷൻസ് ക്ലാസ്സിലിരിക്കുമ്പോ അവരുടെ ബിഹേവിയർ ഒക്കെ വെച്ചിട്ട് അങ്ങനെ കണ്ടുപിടിച്ചിട്ട് അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ടെക്സ്റ്റ് പഠിപ്പിക്കുക, അത് ഞങ്ങൾ സ്കൂളിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ ചില ടീച്ചേഴ്സ് നമ്മുടെ ഇമോഷൻ ഒരു വിലയും തരില്ല. നമുക്കൊരു നമ്മളെ എന്താ പറയണ്ടേ ക്ലാസ്സിൽ നമ്മൾ ഇൻസൾട്ട് അവരതൊരു ക്രെഡിബിൾ ആയിട്ട് എടുക്കണം. നമ്മളെ കളിയാക്കണത്, നമ്മൾ പഠിക്കില്ലാത്തവര് നമ്മളെ കളിയാക്കണത് ക്രെഡിറ്റ് എന്നുള്ള രീതിയിലാണ് അവര് എടുത്തോണ്ടിരുന്നത്. ഞാനന്ന് ആ ടൈമിലൊക്കെ ഞാൻ ഓർത്തിരുന്നത് ആ സാർ പഠിപ്പിച്ചത് ഇംഗ്ലീഷാണ്. ഞാൻ ഓ മൈ ഗോഡ്, ആ ഇംഗ്ലീഷിൽ ഭയങ്കര മണ്ടിയാ, അത് എനിക്ക് മാർക്കില്ലല്ലോ, ഇംഗ്ലീഷിൽ ഭയങ്കര മണ്ടിയാ. പക്ഷെ എനിക്ക് ഇംഗ്ലീഷിൽ A+ ഉണ്ടായിരുന്നു റിസൾട്ട് വന്നപ്പോ, 10ാം ക്ലാസ് റിസൾട്ട് വന്നപ്പോ.
ഞങ്ങളുടെ പേപ്പർ എന്ന് പറഞ്ഞാല് ഡൽഹിയിലേക്ക് എങ്ങാണ്ട് അയച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് വേറെ ബോർഡിലേക്ക് സെന്ററിലേക്ക് അയച്ചു കൊടുത്തിട്ട് അവര് ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് മാർക്ക് തരുന്നത്. ആ ടൈമിൽ എനിക്ക് അന്നേരം ഇംഗ്ലീഷിന് A+ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ +1 ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ഞാൻ പഠിച്ച ഗവൺമെന്റ് സ്കൂൾ തൊടുപുഴ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആണ് ഞാൻ പഠിച്ചത്. അവിടുത്തെ സാറിന് നല്ല പ്രായമുള്ള റിട്ടയർ ആയ ഒരു തോമസ് എന്ന് പറഞ്ഞൊരു മാഷായിരുന്നു. സാറ് ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യാൻ ഇരുന്ന ഒരാളാ, ജോലി ചെയ്തിരുന്ന ആളാ. എനിക്ക് പഠിപ്പിക്കുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് ഈ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്ത് വന്നത്. ആ സാറ് എനിക്കത്ര വലിയ മാർക്കൊന്നുമില്ല ഇംഗ്ലീഷിന്. ഞാൻ എന്റെ കൂടെ പഠിച്ച പിള്ളേർക്ക് ഇംഗ്ലീഷിന് പഠിക്കുന്ന പിള്ളേർക്ക് ഇംഗ്ലീഷിന് തോക്കുന്നൊരു സെറ്റ് ഓണപരീക്ഷ അവരൊക്കെ തോക്കുമായിരുന്നു. എനിക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു ആ ടൈമിൽ. സാർ പബ്ലിക്കായിട്ട് എന്റെ പേപ്പർ വായിച്ചു കിട്ടിക്കും ക്ലാസ്സിൽ. ഇങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്നല്ല, നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ഒന്നാമത് +2 സമയത്തൊക്കെ ഇംഗ്ലീഷ് നോട്ടൊന്നും ഇല്ല, നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഇങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് എന്റെ പേപ്പർ വായിക്കുമ്പോൾ ഞാൻ ഓർക്കും. അപ്പൊ അതെന്താ 10ാം ക്ലാസ് പഠിച്ചപ്പോൾ എനിക്ക് അറിയാൻ പാടില്ലാത്ത ഇംഗ്ലീഷ് പെട്ടെന്ന് നടന്ന് എന്റെ തലയിൽ വന്നേ. അവിടെ എനിക്ക് മാർക്ക് ഉണ്ടായിരുന്നില്ല, ഇവിടെ നിന്ന് എനിക്ക് മാർക്ക് വന്നു. അങ്ങനെ നമുക്ക് അറിയില്ലാത്തോണ്ടല്ലേ, നമുക്ക് തരൂലായിരുന്നു. അല്ല, നമുക്ക് ഇംഗ്ലീഷ് അറിയാം, അല്ലെങ്കിൽ നിന്റെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ നീ നമ്മളിപ്പോ ഇംഗ്ലീഷ് പറയാനാണെങ്കിലും എഴുതാനാണെങ്കിലും ഒരാള് കോൺഫിഡൻസ് തന്നല്ലേ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ എന്തറിഞ്ഞാലും അത്രേ ഉള്ളൂ. നമ്മളിപ്പോ അറിയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു സെന്റൻസ് കൂട്ടി എങ്ങനെയെങ്കിലും പറയാന്ന് വിചാരിക്കാൻ നമ്മൾ ഉള്ളീന്ന് വിചാരിക്കും. ഞാൻ പറയുമ്പോ പുറത്ത് നിൽക്കുന്ന അല്ലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്ത് ചിന്തിക്കുന്ന ആദ്യം ആലോചിക്കും. ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അത് നോർമലായിട്ട് എടുക്കുവാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഈ കോൺഫിഡൻസ് തരേണ്ടത് ആരാ? ടീച്ചേഴ്സാണ്. ഞങ്ങളൊക്കെ ഒരു വാക്ക് ഇംഗ്ലീഷ് മാറി മലയാളത്തിൽ സംസാരിച്ചാൽ 2 രൂപ ഫൈൻ മേടിക്കുമായിരുന്നു. എത്ര രൂപയാണെന്നറിയാം സ്കൂളിൽ ഫൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് മേടിച്ചോണ്ട് പോയിട്ടുള്ളത്. ഒരുപാട് പൈസ അങ്ങനെ അല്ല, ഇവരുടെ വിചാരം നമ്മളെ ഫോഴ്സ് ചെയ്ത് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ്. അതായത് ഇങ്ങനെ നമ്മൾ ഫൈനുള്ളപ്പോ എന്താ നമ്മൾ മിണ്ടായിരിക്കുമായിരുന്നു ചെയ്തോണ്ടിരുന്നത്. സംസാരിക്കണേലും കൂടുതൽ മിണ്ടാതിരിക്കാനാണ് ശ്രമിച്ചോണ്ടിരുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനൊരിക്കൽ ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. അപ്പൊ ആ വന്ന് ഇങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പോകൊണ്ടിരിക്കുക. മലയാളം പറഞ്ഞു കഴിഞ്ഞാലും അപ്പൊ തന്നെ ഫൈൻ മേടിക്കണം എന്നുള്ളൊരു സാധനം. ഒരു വാക്ക് മലയാളം പറഞ്ഞാൽ 2 രൂപ, 2 വാക്കാണെങ്കിൽ ഇത് 4 രൂപ. അവന് മൾട്ടിപ്പിൾ ചെയ്ത് പോവാ. എന്റെ അടുത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കൊച്ചു തല ഇറങ്ങിയിരുന്നു. അപ്പൊ അത് നല്ല സൈസ് ഉള്ള ഒരു കുട്ടിയാ. ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ നിന്നപ്പോ ഇവിടെ ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ പോയി ഇവിടെ തല ഇറങ്ങി വീണു. ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടാണ്. ആ പിടിച്ചിട്ട് ഇവള് നിൽക്കുന്നില്ല. ഈ കുട്ടി നല്ല വെയിറ്റുണ്ട്, ഞാൻ പിടിച്ചിട്ട് നിൽക്കുന്നില്ല. അപ്പൊ എനിക്ക് പറയാൻ അറിയത്തില്ല. എനിക്ക് ഒരു ഹെൽപ്പ് കഴിക്കാൻ ആരോടെങ്കിലും ഒന്ന് വന്ന് പിടിച്ചെന്ന് പറയാൻ എനിക്ക് അറിയത്തില്ല. ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ല. ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്നു. തല വെള്ളം കൊച്ചു താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ല. ആ കുട്ടിക്ക് ഇഞ്ചുറി ആവില്ലേ. ഞാൻ മലയാളത്തിൽ പറഞ്ഞു, വന്ന് ആരെങ്കിലും വന്ന് പിടിക്കെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ ഇന്ന് ഒറ്റ പ്രാവശ്യം ഞാൻ മലയാളം സംസാരിക്കുന്നത് എന്താ എനിക്ക് ഫൈൻ കിട്ടും. അതിനെ കണക്ട് ചെയ്തിട്ട് വേറെ കോമഡി ഉണ്ട്. പിറ്റേ ദിവസം വന്നിട്ട് എന്ത് പറ്റിയെന്ന് വേറെ ആളോട് ചോദിച്ചു, ക്ലാസ്സിൽ എന്ത് പറ്റിയെന്ന്. അപ്പൊ പറയാ, എ ഗേൾ ഹെഡ് റൊട്ടേറ്റിംഗ് ആൻഡ് ഫെൽ ഡൗൺ. എന്നുള്ളൊരു സാധനം ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ല. അതെങ്ങനെയാ പറയണ്ടെന്ന് അറിയത്തില്ല. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള സാധനങ്ങളെ അറിയത്തുള്ളൂ. അല്ലെങ്കിൽ പറയാൻ ഇപ്പഴാ പഠിച്ചേ. പെയിന്റഡ് എന്ന് പറയാൻ ഇപ്പഴാ പഠിച്ചേ. അന്ന് പെയിന്റഡ് എന്ന് പറയാൻ പോലും അറിയത്തില്ല. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരിക്കൽ ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ഒരാളെ വേറൊരാൾ കുത്തിക്കൊന്നതിന് സ്റ്റാബ് ചെയ്തു. സ്റ്റാബ് എന്നാണ് പറയുന്നത്, എനിക്ക് അറിയില്ല. അപ്പൊ ഒരു ഫ്രണ്ട് പഠിക്കുന്ന ഒരു കുട്ടിയാ. അവള് സാറിന്റെ അടുത്ത് പറഞ്ഞു, സാർ ദാറ്റ് ഗായ് ഹു ഡൈഡ് ദേർ വാസ് സ്റ്റാബ്, അങ്ങനെ എന്തോ ചോദിച്ചു. അപ്പൊ എനിക്ക് ഇത്രയും മനസ്സിലായി, ദാറ്റ് ഗായ് ഹു ഡൈഡ് ദേർ, അവിടെ മരിച്ച ആള് സ്റ്റാബ്. സ്റ്റാബ് പറഞ്ഞ എന്താ? ഞാനിരുന്ന് ആലോചിക്കുക. സ്റ്റാബ് പറഞ്ഞ എന്താ സാധനം? സ്റ്റാമ്പാണോ? ലാസ്റ്റ് ഞാൻ ചോദിച്ചു അവളോട്, വാട്ട് ഈസ് സ്റ്റാബ് എന്ന് ചോദിച്ചു. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതിന് മുന്നേ വേറെ ആരും ചോദിച്ചു. അപ്പൊ ആ കൊച്ചു ഇങ്ങനെ ആക്ഷൻ കാണിച്ചു. ഇങ്ങനെ കത്തി എടുത്തിട്ട് വിത്ത് ലൈഫ് സമ്മൺ ട്രൈ ടു കിൽ യു, ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാബ്ഡ് എന്നങ്ങാണ്ട് കാണിച്ചു. കത്തി വെച്ച് കുത്തിക്കൊല്ലുന്നതാണ് സ്റ്റാബ്ഡ്. ഓർത്തിരുന്നത് ആ സീൻ ഉൾപ്പെടെ ഞാൻ പറഞ്ഞിട്ടില്ല. CBSE സ്കൂളാണെങ്കിലും ഞങ്ങള് എന്താ പറയുക ഭയങ്കര നാട്ടുമ്പുറത്തൊരു സ്കൂളാണ്.
അതായത് ഭയങ്കര നാട്ടിൻപുറത്താണ്. ഈ വന്ന ഞങ്ങളുടെ പിള്ളേ ഈ എന്താണെന്നറിയോ, വന്ന പിള്ളേർക്ക് സാധാരണ CBSE സ്കൂളിൽ പറയുമ്പോൾ തന്നെ അമുൽ ബേബികൾ, പാൽക്കുട്ടികൾ, ഇങ്ങനെയാ. ഞങ്ങൾ CBSE സ്കൂളിലാണ് പഠിച്ചതെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കൂടെ +2 പഠിച്ച എന്റെ കൂടെ, എസ്പെഷ്യലി ഞാൻ പഠിച്ചത് ഗേൾസ് സ്കൂൾ, എന്റെ കൂടെ +2 പഠിച്ച പിള്ളേർ പറയും, ഇല്ല CBSE ഇമ്മാതിരി കച്ചറ CBSE ഞങ്ങൾ അവിടെ ഭയങ്കര മലയാളം പറയുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രീഡം ഉണ്ടല്ലോ, ഒരു സന്തോഷം ഉണ്ടല്ലോ. ഭയങ്കര പിന്നെ നാട്ടുമ്പുറത്തെ സ്കൂളായിരുന്നു. പിള്ളേരാണെങ്കിൽ തന്നെ ഭയങ്കര നാട്ടുമ്പുറത്തെ പിള്ളേര്, ഭയങ്കര എന്നാ പറയണ്ടേ, പിള്ളേര് ഭയങ്കര രസമായിരുന്നു സ്കൂളില്. ചിലരൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ട്. ശരി കേട്ടോ. എല്ലാം പക്ഷെ എന്നെ സംബന്ധിച്ചുണ്ടല്ലോ, എനിക്ക് എന്റെ സ്കൂൾ ലൈഫ് ഓർക്കാൻ ഇഷ്ടമല്ല. ചില കാര്യങ്ങളൊക്കെ ഓർക്കാൻ ഇഷ്ടമാണ്, ചില സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ചിലതൊന്നും ഇഷ്ടമല്ല. കാരണം ഒരു സാധിച്ചായിട്ടുള്ളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഞാൻ കരയുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നെയും വേറൊരു ഫ്രണ്ട് ഉണ്ട്, ആ കുട്ടിക്ക് ഞങ്ങള് കരയുന്നത് കാണാൻ അത് എന്തോ ഉള്ളിൽ ആനന്ദം കണ്ടോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. നമ്മളെ ഇങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണ് ഞങ്ങള്. ആ കുട്ടി എങ്ങനെ ഒരു മലയാള പ്രദേശത്തുനിന്നാ വരുന്നത്, ഞാനും അതുപോലെ ഒരു മലയാള പ്രദേശത്താണ് വരുന്നത്. ഈ കുട്ടി വലിയ ടൗണൊന്നുമില്ല, ഈ കുട്ടി ഇവിടെ അടുത്ത മലയാള പ്രദേശത്ത് തന്നെയാണ്. നമ്മളെല്ലാം ഈ ഇടുക്കിയിൽ ഈ മലയാള കുഗ്രാമത്തിൽ താമസിക്കുന്ന പിള്ളേരാണ്. നമ്മൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ്, പല വീട്ടിലെ സാഹചര്യങ്ങളിലും വരുന്നവരാണ്. അപ്പൊ ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളായിട്ടായിരിക്കും ചിലപ്പോൾ ഓരോ മൈൻഡ് സെറ്റോടെ ആയിരിക്കും വരുന്നത്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാരണമായിരിക്കും വരുന്നത്. കുട്ടി വരുമ്പോ തന്നെ, നീ ആരായാലും, നീ എന്തിന് ഇവിടെ ഇരിക്കുന്നത്, നീ ഇവിടെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, നീ എന്റെ അടുത്ത് എനിക്ക് ഇഷ്ടമല്ല, നീ ഇന്ന ഇതിലുള്ള കുട്ടി എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞ് നമ്മളെ സ്കൂളിൽ 10ൽ പഠിക്കുന്ന ടൈമില് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ബയോളജി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചറാണ്. പുള്ളിക്കാരി എന്നും വന്നിട്ട് എന്നെങ്ങോട് പ്രാകുന്ന കാര്യം പറയുന്നത്, നീ 10ാം ക്ലാസ് പാസ്സാവില്ല, നീ ഇങ്ങനെ കെട്ടിച്ച് ഒരുങ്ങി നടന്നു. ആക്ച്വലി ആ സമയത്ത് ഞാനെന്ന് വെച്ചാൽ ഇത്രയും കാണിക്കുന്ന ഇപ്പൊ യൂസ് ചെയ്യുന്നത് പോലെ പിന്നെ ഒന്ന് ത്രെഡ് ചെയ്യോ, ഒന്ന് കണ്ണെഴുതോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് പോലും ഇടില്ല. രാവിലെ ഒന്ന് കുളിക്കും, ഒരു ചന്ദനക്കുറി കിട്ടി അത് തൊടും, തല എങ്ങനെയും മാറ്റി പറപ്പിച്ച് കിട്ടും, സ്കൂളിലേക്ക് വരും. ഒരു പൗഡർ പോലും ഇടില്ലാത്തൊരു ഞാനുണ്ടായിരുന്നു ഇട്ടായിട്ട്. അങ്ങനെ പറഞ്ഞു കെട്ടി ഒരുങ്ങി രാവിലെ തന്നെ ഇങ്ങ് പോന്നോളും. അത് ടീച്ചേഴ്സിന്റെ എല്ലാവരുടെയും പ്രത്യേക ഫ്ലോ ആയിട്ടുള്ള ഒരു വാക്കായിരുന്നു. എന്നാ ചേച്ചി ഇവളെ കെട്ടി ഒരുങ്ങി എന്ന് പറയും, എന്നാലും മേക്കപ്പിനകത്ത് കുളിച്ചു വന്നവരുണ്ടായിരുന്നു ക്ലാസ്സില്. എനിക്ക് കുഴപ്പമില്ല. അവര് നമ്മളോടിപ്പോ ഒരു കെട്ടി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമുക്ക് ആൻസർ അറിയില്ലാത്തൊരു ദിവസം നമ്മളോട് ചോദിച്ചിട്ട് നമ്മൾ ഉത്തരം പറയാത്തൊരു ദിവസം നിൽക്കുന്നെന്ന് വിചാരിച്ചോ, അന്ന് എന്തെങ്കിലും അബദ്ധത്തിന് ഒരു പൊട്ടുതൊടോ കണ്ണെഴുതോ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് തീർന്ന ദിവസം തന്നെയാ. കാരണം അപ്പ തുടങ്ങും നിങ്ങൾക്കൊക്കെ ഈ കെട്ടി ഒരുങ്ങാൻ എടുക്കുന്ന സമയം, സ്കൂളിലേക്കല്ലേ വരുന്നത്, ഈ കെട്ടി ഒരുങ്ങാൻ എടുക്കുന്ന സമയം പോലെ പഠിക്കാൻ എന്ന് ചോദിക്കും. തീർന്നു, അന്നത്തോടുകൂടി കോൺഫിഡൻസ് തോറ്റുപാത്രം മറന്നിട്ടില്ലല്ലോ. ചോറ്റുപാത്രം ചോറ്റുപാത്രം മറന്നിട്ടില്ലല്ലോ, ചോറ് കൊണ്ടുവരാൻ മറന്നിട്ടില്ലല്ലോ, ഉത്തരം പറയാം. അത് ശരിയാ. തിന്നാൻ എടുക്കാൻ മറന്നില്ലല്ലോ, കുടിക്കാൻ വെള്ളം എടുക്കാൻ മറന്നില്ലല്ലോ ചോദിക്കും. ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. രാവിലെ ഭക്ഷണം കഴിച്ചായിരുന്നോ, കഴിച്ചു. ഉച്ചക്കത്തുള്ള ഭക്ഷണം എടുത്തോ, എടുത്തു. ചോറും കുടയൊക്കെ എടുത്തു. അപ്പൊ ബുക്ക് മാത്രം എടുക്കാൻ മറന്നു. ഇത് ഈ ടീച്ചർ വന്നിട്ട് എപ്പോഴും പറഞ്ഞു, നീ പാസ്സാവത്തേ ഇല്ല, നീ പഠിക്കാണ്ട് കടന്നു, നീ പാസ്സാവത്തില്ല, നീയൊക്കെ എന്ത് കാണിക്കാനങ്ങ്. ഈ സ്കൂളിൽ അപമാനമായിട്ട് അവള് വന്നേക്കുന്നത്, അവള് പഠിക്കത്തുമില്ല, അവളൊന്നും ചെയ്യത്തുമില്ല, അവൾ എന്ത് ചെയ്താലും തെറ്റാം. സംഭവം ഞാൻ +2 10ാം ക്ലാസ്സിൽ ബയോളജിക്ക് ഞാൻ A+ അല്ല A മേടിച്ചു, പാസ്സായി. ഞാൻ പഠിച്ചോണ്ടല്ല പാസ്സായേ, ആ ടീച്ചർ കുട്ടിപ്പായ പറഞ്ഞോണ്ടാ. കൊച്ചു പാസ്സായോ, കൊച്ചു പാസ്സാവോന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. ഞാൻ മുട്ടിപ്പായ ഇവിടുത്തെ ചാപ്പലിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. അതിന് മുമ്പ് വരെ ഈ സ്കൂളിൽ ഇതുവരെ ആരും തോറ്റിട്ടില്ല, നീയായിട്ട് അങ്ങനെ ഒരു പേരുണ്ടാക്കും, നീ തോക്കും. ഇതുപോലെ തന്നെ 10th പിന്നെ എനിക്ക് തോന്നുന്നില്ല നിങ്ങളൊക്കെ ജയിച്ചിട്ട് സ്കൂളിൽ 100% വിജയം കിട്ടുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് നടന്ന് അവസാനം എല്ലാ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോ എല്ലാരും പാസ്സായി, അത്യാവശ്യം കുഴപ്പമില്ലാതെ എല്ലാവർക്കും മാർക്കുണ്ട്. അപ്പൊ അത് പോരാ, ക്വാണ്ടിറ്റി ഉണ്ടെന്നേ ഉള്ളൂ, ക്വാളിറ്റി ഇല്ല ആരുടെയും വിജയത്തിന് എന്നാ പറഞ്ഞത് ലാസ്റ്റ്. അത് ശരിയാ. ഈ പാസ്സായ ടൈമിൽ ഞങ്ങളുടെ ഒരു പ്രിൻസിപ്പൾ വന്നിട്ട് പറഞ്ഞു, ഓ
പാസ്സായി, പക്ഷെ ഞാൻ കണ്ണിലൊരു ഫുൾ A+ ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു. നമുക്ക് അതാ. കുറച്ച് അത് ഒരു കാര്യം ഓർക്കണം, ആ ടൈമില് ഞങ്ങളുടെ ക്ലാസ് ആയിരുന്നു 2 ബാച്ചായിട്ട് 10ാം ക്ലാസ് പാസ്സാവുന്നത്. ഫസ്റ്റ് ചരിത്രത്തിൽ 2 ബാച്ച് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പിള്ളേര് പരീക്ഷ എഴുതിയ ബാച്ച് ഞങ്ങളുടെ ആയിരുന്നു. ഏറ്റവും പിള്ളേർ ഒരു 60 പിള്ളേരോളം പരീക്ഷ എഴുതുകയും ചെയ്തു. അതിലൊരു 10-28 പേർക്കോളം A+ ഫുള്ള് കിട്ടുകയും ചെയ്തു. അത്രയും വലിയൊരു ബാച്ചായിരുന്നു ഞങ്ങളുടെ. ഓ, ഞാൻ പകുതി കുട്ടികൾക്കെങ്കിലും A+ പ്രതീക്ഷിച്ചിരുന്നു. പഠിച്ചിട്ട് ഞാൻ ഫുൾ A+ ഞാൻ പ്രതീക്ഷിച്ചത്. താനൊക്കെ ഇത്രയും പഠിക്കാൻ പുറകോട്ടാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അതിന് മുമ്പത്തെ ബാച്ച് വരെ എങ്ങനെയൊക്കെയോ പാസ്സായാലോ ഓർത്തെടുക്കുമ്പോഴാ. കഷ്ടിച്ച് 20-25 പിള്ളേര് അതിന് മുമ്പത്തെ ബാച്ച് വരുള്ളൂ. ഞങ്ങളുടെ ബാച്ചിലാണ് ഈ ഇത്രയും പിള്ളേര് വരുന്നതും ഇത്രയും പിള്ളേർക്ക് ഫുൾ A1 കിട്ടുന്നത്. എന്നിട്ടും അവിടെയും ഞങ്ങളെ തിരിഞ്ഞു പിടിക്കുവാണ്. തിരിഞ്ഞു പിടിക്കണം. ഇച്ചിരി അങ്ങ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല. എന്ന് വെച്ചാൽ അങ്ങനെ പോകുവാണെന്ന് സ്കൂളിൽ നിന്ന് പോവാന്ന് വെച്ചാൽ അവസാനം കൊടുക്കുന്ന ആ ഒരു സെൻഡ് ഓഫിലെങ്കിലും കുത്തി പറഞ്ഞില്ലെങ്കിൽ ഒരു ഞാൻ പോയില്ല പരിപാടിക്ക്. ഞാൻ പോയില്ല പരിപാടി. ഞാൻ പിന്നെയാ പോയത്. ഇവന് റിയൂണിയൻ വെക്കാൻ ഭയങ്കര കൊതിയുള്ള ആളായിരുന്നു. റിയൂണിയൻ വെച്ച് കഴിഞ്ഞിട്ട് കുറെ ഗിഫ്റ്റ് ഒക്കെ ഇവന്റെ കയ്യിൽ നിന്ന് കാശിട്ട് മുടക്കി നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സിന് നമുക്ക് വേണ്ടി വർക്ക് ചെയ്ത ചേച്ചിമാർക്കൊക്കെ കൊടുത്തോന്ന് പറഞ്ഞ് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് പൊതിഞ്ഞ് കൊണ്ടുവന്നു. ഞാൻ ഇവനായിരുന്നു പരിപാടി നടത്തിയത്. ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം ആ പരിപാടി നടത്തിയത്. ലാസ്റ്റ് പിള്ളേരും ടീച്ചേഴ്സൊക്കെ ഇതാണോ ഗിഫ്റ്റ് കൊടുക്കുന്നത്, എന്ത് ഗിഫ്റ്റാണോ മേടിച്ചോണ്ട് വന്നേ, ഈ ഒരു സാധനമാണോ ഗിഫ്റ്റ് കൊടുക്കുന്നത്, ഇതൊക്കെ എന്തായത്, എന്ത് പരിപാടിയായത്, അങ്ങനെ ഞാൻ കേട്ടില്ല. അവസാനം ഞാൻ കേട്ടു. അതിന്റെ ആ പരിപാടി നടത്തിയതിന്റെ ശരിക്കുള്ള കണക്ക് എനിക്ക് ഇവൾക്കും അല്ലാണ്ട് ക്ലാസ്സിൽ ഒറ്റ ആൾക്കറിയില്ല. അന്നൊക്കെ പ്രാന്തായിരുന്നു. അന്നൊക്കെ 10ാം ക്ലാസ് വരുമ്പോ കാരണം എനിക്കെന്തോ അന്ന് ഭയങ്കര എന്താ പറയണ്ടേ, എല്ലാവരും ഒരുമിച്ച് കാണും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അന്നോടെ ഞാനത് നിർത്തി. ഇന്ന് വരെ ഞാൻ ക്ലാസ്മേറ്റ്സ് ഒന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. ഇപ്പോഴാണെങ്കിൽ എല്ലാരും കൂടി ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. ഇതുവരെ അത് കഴിഞ്ഞ പിന്നെ ഒന്നും പറ്റിയിട്ടേ ഇല്ല കേട്ടോ. എല്ലാവരുമായിട്ട് ഇപ്പൊ ഗ്രൂപ്പിലൊക്കെ ഇല്ലല്ലോ, കുറെ കാലമായിട്ട് റിയൂണിയന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നല്ലാണ്ട് ഇതുവരെ റിയൂണിയനും വെക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ എല്ലാരും പിള്ളേരൊരു രക്ഷയില്ലാത്ത പിള്ളേരായിരുന്നു. അതുകൊണ്ട് ക്ലാസ്സിൽ എങ്ങനെ പിള്ളേരുമായിട്ട് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മാറ്റി നിർത്തലോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ക്ലാസ്സിൽ ശരിക്കും പിള്ളേരിന് കുഴപ്പമില്ല. ചില ടീച്ചേഴ്സ് പിള്ളേരെ ഒരു ഗ്രൂപ്പിസം പോലെ, അതായത് ടീച്ചേഴ്സ് തന്നെ ഗ്രൂപ്പ് ആക്കുക പിള്ളേര്. എന്നിട്ട് പറയും എനിക്ക് പാർഷ്യാലിറ്റി ഇല്ല, ഞാൻ പിള്ളേർക്കെല്ലാം ഒരുമിച്ചാണ്. ടീച്ചേഴ്സ് തന്നെ ഗ്രൂപ്പ് ആക്കുവാണ്. ശരിയാ. കാരണം ഞങ്ങളുടെ സ്കൂളില് ഈ ഹൗസ് തിരിച്ച പരിപാടിയുണ്ട്. റെഡ് ഹൗസ്, ബ്ലൂ ഹൗസ്, ഗ്രീൻ ഹൗസ്, പിന്നെ യെല്ലോ ഹൗസ്. ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ബ്ലൂ ഹൗസിലായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് അത്ലീറ്റ്സും കാര്യങ്ങളുള്ള കുറച്ച് പിള്ളേരുണ്ട്. അവരും ബ്ലൂ ഹൗസിലാണ്. അപ്പൊ ക്ലാസ്സിലുള്ള 2 ക്ലാസ്സിലും കൂടെ ഉള്ള 4 പേരാണ് ഇലക്ഷന് ഹൗസ് ക്യാപ്റ്റൻ ഇലക്ഷന് നിൽക്കുന്നത്. അപ്പം ഗേൾസ് സൈഡിൽ ഞങ്ങൾ തീരുമാനിച്ചു ഇന്നയാള് മതി, ഈ കുട്ടി മതി നമുക്ക് ലീഡറായിട്ട്. ബോയ്സിന്റെ സൈഡിൽ ഈ ആള് മതി ലീഡർ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തു. അത് ടീച്ചറിന്റെ മൈൻഡില് പുള്ളിക്ക് ഫേവർ ആയിട്ടുള്ള 2 കുട്ടികളായിരുന്നു. അപ്പൊ ഞങ്ങൾക്കിത് അറിയുകയും ചെയ്യാം. ഞങ്ങളപ്പോ ഡിസ്കസ് ചെയ്തു, സാറിന് അവര് നിർത്താനാ താല്പര്യം, നമുക്ക് അവർ നിർത്തണ്ട. അതായത് നിർത്താൻ അവർക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ എന്തോ അന്നത്തെ വിചാരം അവര് നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മള് പറയുന്നൊന്നും അവർ അംഗീകരിക്കില്ല എന്ന് തോന്നലുണ്ടായിരുന്നു നമുക്ക്. പ്രത്യേകിച്ച് ഗേൾസ് സൈഡിൽ നിന്നുള്ള കുട്ടി നമ്മൾ പറയുന്നൊന്നും അംഗീകരിക്കില്ല, അവരുടെ ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ അവർ ചെയ്യുന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നു. എന്നിട്ട് അപ്പൊ സാർ ഫസ്റ്റ് തന്നെ ഗേൾസ് ടീമിൽ നിന്ന് ഇവർ 2 പേരാണ് ഇലക്ഷൻ നിൽക്കുന്നത്. അപ്പൊ ആളെ ആക്കുമല്ലേന്ന് ചോദിച്ചു. അപ്പോൾ ആക്കുമല്ലേന്ന് ചോദിച്ചു. അപ്പൊ വേറെ കുറച്ച് ഗേൾസ് പറഞ്ഞു ഇല്ല പറ്റില്ല, ഞങ്ങൾക്ക് മറ്റേ ആളാക്കാനുള്ള താല്പര്യം ചോദിച്ചു. അപ്പൊ സാറ് പറഞ്ഞു ഓക്കെ ശരി ഇലക്ഷൻ വെക്കാം, ഈ ഗേളിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും കൈവെക്കാൻ പോകും. അപ്പൊ ഭൂരിഭാഗവും നമ്മള് സാറിന് ഫേവറബിൾ ആയിട്ട് ഓപ്പോസിറ്റ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പൊ സാറിന് മനസ്സിലായി ഇവിടെ ഇലക്ഷൻ ഇപ്പൊ ബോയ്സിന്റെ കാര്യം ഇങ്ങനെയാണ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സാറിന് ഇഷ്ടമുള്ള ആളെ നിർത്താൻ പറ്റത്തില്ല എന്നുള്ള തീരുമാനം. അപ്പൊ ഈ സാറിന്റെ ഫേവറായിട്ട് വെക്കുന്ന ബോയ്സിലുള്ള ആ കുട്ടി എന്ന് പറഞ്ഞാൽ അവനിങ്ങനെ പറയുന്നത് അവൻ പഠിച്ചത് ഇപ്പൊ ചെയ്യുന്നതും എല്ലാം നല്ലൊരു ഹോക്കി പ്ലെയർ, അതായത് റോളർ സ്കേറ്റിംഗ് ഹോക്കി പ്ലെയർ അവൻ. അപ്പൊ സ്റ്റേറ്റ് ചാമ്പ്യൻ അങ്ങനെ കുറെ മത്സരത്തിനൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അവന്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇപ്രാവശ്യം മറ്റേ അത്ലറ്റിക്സിന് സ്പോർട്സ്മാന് മറ്റേ പ്രൈസ് ഇല്ലേ, അപ്പൊ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോർട്സറിനുള്ള
പൈസ അവന് വാങ്ങിക്കണം. അവനെ കൊണ്ട് അതിനുള്ള കെൽപ്പുണ്ട്. അവൻ റിലേ അടിപൊളിയായിട്ട് ചെയ്യും, ഹൈ ജമ്പ് നന്നായിട്ട് ചെയ്യും, പിന്നെ ലോങ് ജമ്പ് നന്നായിട്ട് ചെയ്യും, പിന്നെ അവൻ 200 മീറ്റർ റേസിംഗ് ഒക്കെ അവൻ അടിപൊളിയായിട്ട് ചെയ്യും. അപ്പൊ അവൻ അതിനുള്ള എലിജിബിലിറ്റി ഉണ്ട്. അപ്പൊ അവനിങ്ങനെ അക്കാഡമിക്സിലും അത്ലറ്റിക്സിലും അവന് കുറച്ച് മുന്നോട്ട് വരണം. അതുകൊണ്ട് അവന് ഇപ്രാവശ്യം ഈ ഹൗസ് ക്യാപ്റ്റൻ ആയിട്ടുണ്ടെങ്കിൽ അവന്റെ അടുത്ത സ്റ്റേജ് സ്കൂളിലോട്ട് പോകുമ്പോഴാണല്ലോ അവൻ അത് നല്ല ഗുണം ചെയ്യും. അതുകൊണ്ട് എനിക്ക് നിൽക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. എനിക്ക് മാർക്കും കൂടെ എന്റെ അക്കാഡമിക് മാർക്കും കൂടെ കുറച്ചും കൂടെ നന്നായിട്ട് കയറ്റിക്കൊണ്ട് വരണം ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇരുന്നിട്ടെന്നാൽ പിന്നെ അവന്റെ ആഗ്രഹം അതല്ലേ. അവൻ ഈ ഒരു കാര്യം കൊണ്ട് അവൻ നന്നാവുമെങ്കിൽ, അല്ലെങ്കിൽ അവന് നന്നായിട്ട് പഠിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുകയാണെങ്കിൽ അത് നല്ലതല്ലേ എന്ന് നമ്മൾ അവനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. സാറിന് മനസ്സിലായി, സാറിന് ഇഷ്ടമുള്ള ആളെ നിർത്താൻ അല്ലെങ്കിൽ അവരെ സെലക്ട് ചെയ്യാൻ സമ്മതിക്കില്ല. സാറ് അത് ഈ ഹൗസ് ടീം എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾ തീരുമാനിക്കേണ്ട ഒരു കാര്യം. ഹൗസ് ക്യാപ്റ്റൻ എന്നുള്ളത് കുട്ടികളെ റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്ന രണ്ടുപേരാണത്. സാർ അപ്പൊ തന്നെ പറഞ്ഞു, ഗേൾസിന് നിങ്ങൾക്ക് ഫേവറബിൾ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ സെലക്ട് ചെയ്തു, ഇത് ഞാൻ സെലക്ട് ചെയ്തോളാം, ഞാൻ സെലക്ട് ചെയ്യുന്നു പറഞ്ഞു. സാറിന് ഇഷ്ടമുള്ള ആളെ സെലക്ട് ചെയ്തു. അങ്ങനെ തന്നെ ടീച്ചേഴ്സിന് അല്ലെങ്കിലും കുറച്ച് പെറ്റായിട്ടുള്ള കുട്ടികളുണ്ട്, പഠിക്കുന്ന കുട്ടികള്. അങ്ങനെ അവരുടെ ഇന്ന് പിള്ളേരുടെ കുഴപ്പമാണെന്നല്ല അറിയുന്നേ. അപ്പൊ അതിനനുസരിച്ച് ആക്കിയ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. ഇപ്പൊ അവര് ബുക്ക് എടുക്കാൻ മറക്കുന്നതൊക്കെ പിന്നെ നമ്മളും പിന്നെ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന കുറെ കാരണങ്ങളൊക്കെ ആയിരിക്കും. പല പിള്ളേരും നമ്മളടക്കം എല്ലാരും ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. ചിലപ്പോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോ ബുക്ക് എടുക്കാൻ മറന്നെന്ന് പറയും. അങ്ങനെയൊക്കെ പറയാറുണ്ട്, ശരിയാ. പക്ഷെ നമ്മളാ പറയുന്ന സാഹചര്യത്തിൽ നമ്മളെ ഭയങ്കര ആയിട്ട് ചീത്ത വിളിക്കുകയും അല്ലെ പിന്നെ അത് ചെയ്യാൻ മറന്നില്ലല്ലോ, ഇത് ചെയ്യാൻ മറന്നില്ലല്ലോ, ഭക്ഷണം കഴിച്ചില്ലേ, ഉറങ്ങിയില്ലേ, ഇതൊന്നും മറന്നില്ലല്ലോ, പിന്നെന്താ ഇത് മറന്നേ, അങ്ങനെ ചോദിക്കും. എന്നാൽ മറ്റേ കുട്ടി അവരാണ് ഒരു ദിവസം പറഞ്ഞത് ആണോ എന്നാ അതെന്താ അങ്ങനെ സംഭവിച്ചത്, അങ്ങനെ പറ്റില്ലായിരുന്നല്ലോ, നാളെ ഓർത്ത് കൊണ്ടുവരണം കേട്ടോ, അങ്ങനെ പറഞ്ഞ് തട്ടിവിടും. എല്ലായിടത്തും കേട്ടോ. ഒരിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചു, ആർക്കും അറിയില്ല, എല്ലാരും എണീറ്റ് വന്നു. അപ്പൊ അതില് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയോട് ക്വസ്റ്റ്യൻ ചോദിച്ചു, അവനും അറിയത്തില്ല, അവനും എണീറ്റ് വന്നു. ഓക്കെ ശരി, ഇന്നത്തേക്ക് ഞാൻ എല്ലാവരോടും ക്ഷമിച്ചിരിക്കുന്നു, ഇന്നിരുന്നു. നേരെ മറിച്ച് പിറ്റേന്ന് ഇതുപോലെ തന്നെ ഫേവറേറ്റ് പറഞ്ഞു, ബാക്കി ആരും പറഞ്ഞില്ല. എഴുതിക്കാൻ പൊസിഷൻ 10 പ്രാവശ്യം. പക്ഷെ വേറെ കേസ് ഉണ്ട് കേട്ടോ. ഇതിലും കുറച്ച് വേറെ രീതിയിലുള്ള ടീച്ചേഴ്സ് ഉണ്ട്. കാരണം ഞാന് ഞങ്ങൾക്ക് ഈ റെക്കോർഡ് വെക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ ഈ റെക്കോർഡിന് പ്രാക്ടിക്കൽസ് വെക്കും, ഇതിന്റെ എക്സാം വെക്കും. അതിനൊരു ട്രയൽ എക്സാം പോലെ ഒരിക്കൽ വെച്ചു. ഒരു എന്താ പറയണ്ട, ഒരു റീ എക്സാം, എന്താ പറയുന്നത്, മെയിൻ എക്സാമിന് പകരം ഒരു ബോർഡ് എക്സാം വെച്ചു. ജസ്റ്റ് മോഡല്. അപ്പൊ മോഡൽ എക്സാം വെച്ചു. അപ്പൊ ഞാന് എന്റെ സ്കെയില് ബാക്കിലിരിക്കുന്ന കുട്ടി വാങ്ങിക്കൊണ്ട് പോയപ്പോ ഞാൻ സ്ക്രീനിൽ ബാക്കിൽ സ്കെയിൽ എടുത്ത് ഫ്രണ്ടിൽ വെച്ച് വരയ്ക്കാൻ തുടങ്ങി. ഓപ്പോസിറ്റ് നിന്ന് ടീച്ചർ ഓർക്കണം ഞാൻ ബാക്കിൽ നിൽക്കുന്ന ആളുടെ ആൻസർ നോക്കി എഴുതിയതാണ്. അപ്പൊ ടീച്ചർ എന്റെ അടുത്ത് പറഞ്ഞു, അതിലെന്തിനാ അങ്ങനെ ചെയ്തേ, നോക്കിയത് ഞാൻ കണ്ടാണല്ലോ, നോക്കി എഴുതുമല്ലോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ സ്കെയിൽ അവിടെയായിരുന്നു, എന്റെ സ്കെയില് ഞാൻ എടുത്തതാ. അപ്പൊ ടീച്ചർ സമ്മതിച്ചില്ല. ഞാൻ വിട്ടുകൊടുക്കില്ല, ഞങ്ങൾ ഭയങ്കര സംസാരം, അത്യാവശ്യം വലിയൊരു വഴക്കായി. അടുത്തായി കഴിഞ്ഞപ്പം ക്ലാസ് ടീച്ചർ വന്നിട്ട് പറഞ്ഞു, ടീച്ചർമാരോട് അങ്ങനെ സംസാരിക്കരുത്. എന്നെ സോഫ്റ്റ് ആയിട്ടാ പറഞ്ഞു, ടീച്ചർമാരോട് അങ്ങനെ സംസാരിക്കരുത്, അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ നമ്മൾ അങ്ങനെ പെരുമാറാൻ പാടില്ല, നമ്മൾ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. അപ്പൊ താൻ ചെന്ന് സോറി പറയണം, അതിൽ ചെന്ന് സോറി പറയണം, അവരുടെ ഭാഗത്തായിരിക്കില്ല തെറ്റ്. ടീച്ചറിനൊന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടെ നോക്ക്. അവരുടെ ഭാഗത്തായിരിക്കില്ല തെറ്റ്, ചിലപ്പോൾ ടീച്ചറുടെ ഭാഗത്തായിരിക്കും. എന്നാലും അതിലെ സോറി പറയുന്നത് അതിലേക്ക് നല്ലതേ വരത്തുള്ളൂ, അതുകൊണ്ട് താനൊന്ന് പോയി സോറി പറയുന്നത്. ഞാൻ ശരി, ഇനിയിപ്പോ ഞാൻ കാരണം ഈ ഒരു പ്രശ്നമാവണ്ടല്ലോ, മിസ് ലീവ് ക്ലാസ് ആവണ്ടല്ലോ എന്ന് എഴുതി ഞാൻ സോറി പറഞ്ഞു. പക്ഷെ എന്നെ അത്ഭുതപ്പെട്ട ഒരു കാര്യം, ഞാൻ അങ്ങോട്ട് മിസ് എന്ന് പറഞ്ഞു വിളിച്ചപ്പോ ഞാൻ കൊച്ചിനെ കാണാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. സോറി കേട്ടോ, ഞാൻ ഓർത്ത് കൊച്ചു കോപ്പി അടിച്ചാണ്, എനിക്ക് പിന്നെ മനസ്സിലായി കൊച്ചു സ്കെയിൽ എടുത്തതാണ്, സോറി കേട്ടോ എന്ന് ഞാൻ എന്നോട് കുറെ സോറി. അപ്പൊ എനിക്ക് വല്ലാണ്ടായത്. ഞാൻ സോറി മിസ്, ഞാൻ അറിയാണ്ടാണ് ദേഷ്യപ്പെട്ടതായി, ഞാൻ പെട്ടെന്ന് ഓർത്തില്ല, ഞാൻ അത് ചെയ്യാത്തൊരു കാര്യം മിസ് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു, അതുകൊണ്ട് ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ട മിസ്സിനോടൊന്നും തോന്നില്ല, എനിക്ക് സോറി മിസ് ഞാനും പറഞ്ഞു. അതൊക്കെ അവസ്ഥ. അങ്ങനെ അവർ ചെയ്തൊരു തെറ്റ് അവർ അംഗീകരിച്ച് അത് അവർ മാപ്പ് അത് പറയും. അവര് കാണിച്ചു തരുന്ന മോഡലിലൂടെ ആകുമ്പോ നമുക്കാണെങ്കിലും ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ തിരിച്ചു പോയി ഒരാളോട്, ഇപ്പൊ സ്കൂളിലെന്നല്ല പുറത്തെവിടെയാണെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഈഗോ വെച്ചോണ്ടിരിക്കത്തില്ല, നമ്മളാണേലും പോയി ഒരു സോറി പറയും. അല്ലെ നമ്മുടെ ഭാഗത്തല്ല അല്ലെ ഒന്ന് കോംപ്രമൈസ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടല്ലോ,
നമ്മുടെ ഭാഗത്തല്ല തെറ്റെങ്കിൽ പോലും നമുക്ക് വേണ്ടപ്പെട്ട റിലേഷൻഷിപ്പോ എന്തെങ്കിലും നിലനിർത്താൻ വേണ്ടിയിട്ടാണെങ്കിലും ഒരു ചെറിയ വിട്ടുവീഴ്ച എന്തെങ്കിലും ചെയ്യാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവും. ടീച്ചേഴ്സ് അത് കാണിച്ചു തരണം. അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ തന്നെയല്ല പറയുന്നേ, ടീച്ചേഴ്സ് ടീച്ചേഴ്സിനെ തന്നെയല്ല, നമ്മൾ പാരന്റ്സിനെ ആണെങ്കിലും അവരെ തന്നെ പറയുന്നത്. അവർ കാണിച്ചു തരുവാണെങ്കിൽ നമ്മളാണെങ്കിലും കുറച്ച് കഴിയുമ്പോ നമ്മള് അന്ന് അങ്ങനെ ഒരു എക്സാമ്പിൾ കണ്ടില്ലേ, അപ്പൊ അതാ പ്രശ്നം തീർന്നില്ലേ, നമ്മളും ചെയ്താ പറ്റുമല്ലോ എന്നൊരു ശ്രമം നമ്മളും നടത്തും. സത്യമായിട്ട് അതിനുശേഷമാണെങ്കിലും ഞാൻ വരുത്തിയ തെറ്റാണെങ്കിലും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അതിലൊരു കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ പോലും ഇപ്പൊ ഞാൻ ഇവനും തമ്മിൽ ഭയങ്കര തെറ്റുണ്ടാക്കും, എന്നിട്ട് ഞാൻ തന്നെ പോയി ചോദ്യം പറയും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും കുറെ മോഡൽസ് കിട്ടുന്ന സ്കൂളിൽ കിട്ടേണ്ടത് സ്കൂളിൽ നിന്നായിരുന്നു. പക്ഷെ നമുക്കത് പക്ഷെ കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല. എങ്ങനെ ആവരുതെന്നുള്ള ഒരുപാട് മോഡലുകൾ കിട്ടിയിട്ടുമുണ്ട്. അതാ വ്യത്യാസം. അല്ല, അതും നമ്മള് സ്കൂൾ സെക്കൻഡ് ഹോം ആയിരുന്നു മോട്ടോ. സ്കൂൾ സെക്കൻഡ് ഹോം ആയിരുന്നു മോട്ടോ. പക്ഷെ സെക്കൻഡ് ഹോം പോയിട്ട് ഫോർത്ത് ഹോം പോലും ആയിരുന്നില്ല. ഏതോ ഒരു ഒരിക്കലും അല്ലായിരുന്നോ? അയ്യോ, ഭയങ്കര എന്നാ പറയണ്ടേ, നമ്മളെ ഭയങ്കര ടോക്സിക് ആക്കിയത്, അല്ലെങ്കിൽ ടോക്സിക് ആക്കുമായിരുന്നു സ്കൂളുകാര്. നമ്മളത് മനസ്സിലാക്കാൻ ഭയങ്കര ഇതായിരുന്നു. പല കാര്യത്തിനും പല രീതിക്ക് നമ്മുടെ ജഡ്ജ്മെന്റുകൾ പലതും സ്കൂൾ ടൈമിൽ നമുക്ക് തെറ്റാണെന്ന് നമുക്ക് പിന്നെയാണ് മനസ്സിലാവുന്നത്. അതെ അതെ. അന്ന് ഈ ടോക്സിസിറ്റി പറയുമ്പോൾ നമുക്കുള്ളിൽ നമ്മൾ അത്ര ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് വിഷമം വരുന്നല്ലാതെ ഇത് തെറ്റായിരുന്നു എന്ന് പിന്നീട് ഒത്തിരി കഴിഞ്ഞിട്ടാ പിന്നെ അത് മനസ്സിലാക്കി എടുക്കുന്നത്. അതാ വ്യത്യാസം. അവരങ്ങനെ പറഞ്ഞത് തെറ്റായിരുന്നു, അങ്ങനെ അല്ലാതെ തിരുത്തി പറയാൻ പറ്റുമായിരുന്നു നമ്മൾ തന്നെ എന്താ പറയാ, നമ്മൾ തന്നെ മനസ്സിലാക്കി എടുത്തിട്ടാ ഇപ്പൊ നമുക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. അല്ലാതെ പോലും അന്ന് വിചാരിച്ചു ടീച്ചേഴ്സ് അല്ലേ, നമ്മൾ ചെയ്തതിന്റെ കുഴപ്പം തന്നെ ആയിരിക്കുന്നു. ഒരു ഇത് കഴിയുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും ശരിയാ, അവര് പറഞ്ഞത് ശരിയായിരിക്കും എന്നുള്ളൊരു സാധനം നമ്മുടെ തലയിൽ കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് മിനിയാന്ന് പറഞ്ഞ പോലെ ജൂഡ് സിനിമയുടെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ സൊസൈറ്റി നോട്ട്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ ക്ലാസ്സിലെല്ലാം ഒബേ ചെയ്ത് നമ്മൾ ഒരു പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മള് സൊസൈറ്റിയിൽ വരുമ്പോൾ നമ്മൾ മണ്ടന്മാരാവുകയാണ് ശരിക്കും അതെ പറഞ്ഞാൽ. അതെ അതെ. പിന്നെ ഇതിനൊക്കെ അപ്പുറത്ത് എല്ലാരും പറയുന്നത് കേട്ട് അവര് പറയുന്ന ഒരു ഈ പറയുന്ന ഒരൊറ്റ ഇതില്ലേ നല്ലതെന്ന് മറ്റുള്ളവർ പറയുന്നല്ല, ടീച്ചേഴ്സ് പറയുന്ന, വീട്ടിൽ നിന്ന് പാരന്റ്സ് പറയുന്ന ആ ഒരു വഴിക്കൂടെ പോയി കുറെയൊക്കെ നമ്മുടെ ഉള്ളില് നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു സാധനമുണ്ട്. ഞാൻ ആണ് പൊക്കോണ്ടിരിക്കുന്നത്. ഞാൻ ആരാണെന്നുള്ള ഒരു ഐഡന്റിറ്റി അവിടെ മനസ്സിലാവില്ല. നമുക്ക് എന്ത് കഴിവുണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് എന്ത് ഇല്ല, പൊട്ടൻഷ്യൽ ഉണ്ടെന്ന സാധനം നമുക്കല്ലേ ആദ്യം മനസ്സിലാവേണ്ടത്. നമുക്ക് കഴിവില്ലെന്നാ സ്ഥാപിച്ച് നമ്മളത് വിശ്വസിച്ചു പോകും. അതാണ് പ്രശ്നം. എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിൽ ഒരു കഴിവുണ്ട്. എല്ലാവർക്കും ഒരു കഴിവുണ്ട്. എന്തെങ്കിലും കാണാതിരിക്കില്ല. പടം വരയ്ക്കാനോ ഒരു പാട്ട് പാടാനോ ഒരു കഥ എഴുതാനോ ഒരു ഡാൻസ് കളിക്കാനോ എന്തൊക്കെ ഒരു കഴിവുണ്ടാവും. അതൊക്കെ ഡെവലപ്പ് ആയി വരുന്ന സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സാണ് ഇതൊക്കെ മെയിൻ ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. പിന്നെയാണ് നമ്മുടെ പേരൻസ് ചെറുതിലെ നമ്മളെ കാണുമ്പോൾ അവർക്കൊരു ഇത് തോന്നിയിട്ടായിരിക്കും അവർ പറയുന്നത് ആളിങ്ങനെ കുറച്ച് ഡാൻസ് കളിക്കാനൊക്കെ താല്പര്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പാട്ട് പാടുന്നുണ്ട്, അത്യാവശ്യം പടമൊക്കെ വരയ്ക്കുന്നുണ്ട്. പിന്നെ വരുന്ന കഴിവ്, അതായത് പ്രസംഗിക്കാനുള്ള കഴിവ്, കഥാപ്രസംഗം, ഡാൻസ്, പാട്ട്, എന്താ കഥ എഴുതാൻ, കവിത എഴുതാനായിട്ടും പ്രസന്റേഷൻ ചെയ്യാനായിട്ടും ഒക്കെ കഴിവുകൾ ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. പല പല കഴിവുകൾ. സ്പോർട്സിലായിരിക്കും അവർക്ക് കഴിവ്. നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേരായിരിക്കും. ഞങ്ങളുടെ സ്കൂളിൽ പ്രത്യേകിച്ച് വേറെ എന്തുണ്ടായിരുന്നു, പഠിക്കാൻ കഴിവുള്ള പിള്ളേരാണ് കഴിവുള്ള പിള്ളേർ, ബാക്കി ഒന്നിനും കഴിവില്ലാത്തവരാണ്. എനിക്ക് എഴുതാൻ അറിയില്ലാത്ത ഞാൻ ഇന്ന് 3 ബുക്ക് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. 3 ബുക്ക് കംപ്ലീറ്റ് ചെയ്ത്, അതായത് ക്ലാസ്സിൽ നോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ എഴുതില്ല, ഇവൻ എഴുതാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഞാൻ 3 ബുക്ക് എഴുതിയിട്ടുണ്ട് ഇപ്പം. അന്ന് ക്രിയേറ്റീവ് കണ്ടുപിടിച്ചിരുന്നെങ്കിലോ ആ കുറച്ചുകൂടെയൊക്കെ നമ്മൾ നേരത്തെ എവിടെയെങ്കിലും എത്തിയേനെ. അങ്ങനെ എത്തിയിട്ടില്ലെന്നല്ല കേട്ടോ പറഞ്ഞത്, പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ നമ്മളെ കണ്ടെത്തി നമ്മുടെ ഉള്ളിലെ കോൺഫിഡൻസും കുറെ കൂടെ ആകും. സപ്പോർട്ട് ചെയ്തിട്ടില്ല. അന്ന് നമുക്ക് നമ്മുടെ ഉള്ളിൽ ടാലന്റ് എന്താന്ന് കണ്ടുപിടിക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല. പഠിക്കില്ലാത്തവ മാറി നിക്ക്, പഠിക്കണവൻ വരട്ടെ, അവന് പഠിക്കണവൻ വന്നു കഴിഞ്ഞാൽ അവൻ എന്ത് കഴിവുണ്ടെങ്കിലും അത് ബൂസ്റ്റ് ചെയ്യാൻ ടീച്ചേഴ്സ് നോക്കും. പഠിക്കില്ലാത്തവനാണോ അതാണ്, ഇതൊന്നും അല്ലാത്തൊരു സ്ഥിതി വരണമെങ്കിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചല്ലാതെ കലാപരമായിട്ടുള്ള എന്തെങ്കിലും ഉള്ള കുട്ടികളാണെങ്കിൽ അവരായിട്ട് ഇറങ്ങിത്തിരിക്കണം. ഞാൻ ഇത് ചെയ്തോളാം എന്ന് പറയാൻ കോൺഫിഡൻസ് ഉള്ളവരായിരിക്കണം. അല്ലാതെ എന്നെ പോലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അത് പറയാൻ
പിന്നെ കോൺഫിഡൻസ് ഇല്ലാത്തവരല്ലേ, അല്ലെങ്കിൽ അത് പറയാൻ പേടിയുള്ള പിള്ളേരാണെങ്കിൽ അവരങ്ങനെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. എനിക്ക് പാടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പോയി പറയാൻ എനിക്ക് അറിയില്ലെങ്കിൽ, എനിക്ക് പേടിയാണെങ്കിൽ ഞാൻ അങ്ങനെ ഇരുന്ന് പോകും. ആ അല്ലെങ്കിൽ എനിക്ക് ഡാൻസ് കളിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്കത് പറയാൻ അറിയില്ലെങ്കിൽ ഞാൻ ഇരുന്ന് പോകും. അത് കണ്ടുപിടിച്ച് തരാനോ അല്ലെങ്കിൽ അതിൽ എനിക്ക് എന്തെങ്കിലും ഭാവി ഉണ്ടെന്ന് പിന്നെ കണ്ടിട്ട് അതിനു വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാനോ ആരും ഉണ്ടാവില്ല. അതാ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ നോക്കുക വേണ്ട, അവർക്ക് ഉള്ളിൽ എന്താ ഉള്ളത് ഉള്ളിലിരിക്കും, അത്രേ ഉള്ളൂ. ഞങ്ങളുടെ ഇടയ്ക്ക് ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു പെങ്കൊച്ച് വന്നിട്ടുണ്ടാവും. ഏതോ ഒരു ക്ലാസ്സിൽ ഇടയ്ക്ക് വന്നു, ഇടയ്ക്ക് പോയി. ആ പെങ്കൊച്ച് ക്ലാസ്സിൽ ആരോടും മിണ്ടില്ല, ഫ്രണ്ട്സിനോട് മിണ്ടില്ല, ടീച്ചേഴ്സിനോട് മിണ്ടില്ല. ആ കുട്ടിക്ക് എന്താണ് ആ കുട്ടി ആരോടും മിണ്ടാത്തേന്ന് അന്വേഷിക്കാൻ ഒരു ടീച്ചേഴ്സും ഇല്ല. അതെ. അവളാരോടും മിണ്ടില്ലല്ലോ, അതോടെ അവളെടുത്തോട്ടെ. ഞാൻ ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ആ കുട്ടി ഇന്ന് എവിടെയാന്ന് ആർക്കും അറിയില്ല, ആരോട് ചോദിച്ചാലും അറിയില്ല ആ കുട്ടിയോട്. ചെറിയ കുറച്ച് ഇപ്പോഴും അറിയുമ്പോ കൂടിയിട്ട് അത് ഏതാ കുട്ടീനെ പോലും എനിക്ക് ഓർമ്മയില്ല സത്യമായിട്ടും. അങ്ങനത്തെ കുട്ടി ഉണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സിൽ, ആരോടും മിണ്ടില്ലായിരുന്നു. ഇടയ്ക്ക് വന്നിട്ട് പോയതാണ്, 8ാം ക്ലാസ്സോ 9ാം ക്ലാസ്സോ പഠിക്കുമ്പോ വന്നു, ഒരു വർഷം നിന്നിട്ട് പോയി. ആരോടും മിണ്ടില്ല, ടീച്ചേഴ്സ് പോലും മൈൻഡില്ല, വരുന്നു ക്ലാസ്സിൽ വരുന്നു പോകുന്നു. ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോ ചോദിച്ചു, ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, അവളുടെ വീടിന്റെ അടുത്തായിരുന്നു, ഇങ്ങനെ ഒരു കൊച്ചുണ്ടായിരുന്നല്ലോ ഏ നിന്റെ വീടിന്റെ അടുത്താണല്ലോ വന്നേ, എവിടെയാന്ന് ചോദിച്ചു. അറിയില്ല. എന്റെ അനുഭവം വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാനും അത്ര എല്ലാരുമായിട്ട് ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ എല്ലാരുമായിട്ട് പിന്നെ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്ത് സംസാരിക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, കുറെ വർഷങ്ങൾക്ക് ശേഷം 10th ഗ്രൂപ്പൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ എല്ലാരും ഹായ് ഇടുന്നുണ്ട്. എന്നെ ആരോ ആഡ് ചെയ്തു, എന്നെ ഇപ്പൊ കോണ്ടാക്ട് ഉള്ള ആരോ എന്നെ ആഡ് ചെയ്തു. ഞാൻ ഹായ് പറഞ്ഞപ്പോ എന്നോട് ആദ്യം പിന്നെ എനിക്ക് ഞാൻ ഹായ് ഇട്ടതിന് ശേഷം വരുന്ന ഒരു മെസ്സേജ് എന്താ വെച്ചാൽ, ഹായ് ഞാൻ ശ്രീജിനി എന്ന് പറയുമ്പോ എനിക്ക് അതിന്റെ അടിയിൽ വന്ന മെസ്സേജ്, ശ്രീജിത്തിന്റെ പെങ്ങളല്ലേ എന്നാ ചോദിച്ചത്. അല്ലേ ശ്രീജിനി അല്ലേ എന്ന് ചോദിക്കാനല്ലായിരുന്നു, ശ്രീജിത്തിന്റെ പെങ്ങളല്ലേ എന്നാ ചോദിച്ചത്. കാരണം അവനെ ഓർമ്മയുള്ളൂ, അവൻ ആക്റ്റീവ് ആയിരുന്നു. അവന് ഈ പറയുന്ന പോലെ ഞങ്ങളൊക്കെ എല്ലാം ഏകദേശം ഒരു കാറ്റഗറി, അവന് പഠിക്കുന്ന ഭയങ്കര സെറ്റപ്പ് സാധനമൊന്നുണ്ട്. പക്ഷെ അവൻ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിരുന്നു. അവൻ സ്പോർട്സിലും പിന്നെ ആർട്സിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിരുന്നു. അതുകൊണ്ട് അവനെ എല്ലാവർക്കും ഓർമ്മയുണ്ട്. അതുകൊണ്ട് ആദ്യം എന്നോട് ചോദിച്ചാ ശ്രീജിത്തിന്റെ പെങ്ങളല്ലായിരുന്നോ എന്നാ ചോദിച്ചത്. കാരണം എന്നെ ഈ പറഞ്ഞ പോലെ ആർക്കെങ്കിലും ഇപ്പോഴും ഗ്രൂപ്പിൽ സംസാരിക്കുമ്പോൾ ഞാൻ അധികം പോയി എനിക്കിപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് വലിയൊരു ഗ്രൂപ്പിൽ പോയിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഓവർ ആവണോ, മറ്റുള്ളവര് പിന്നെ അയ്യേ ഞാൻ വലിഞ്ഞേറി ചെന്ന പോലെ ഒരു ഫീൽ ഒരു സാധനം വരുന്ന കാരണം ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആർക്കെങ്കിലും എന്നെ ഒരു മെജോറിറ്റി പിള്ളേർക്കും എന്നെ ഓർമ്മ ഉണ്ടാകാൻ വലിയ ഒരു ചാൻസും ഞാൻ കാണുന്നില്ല. ഞങ്ങളുടെ സ്കൂളിലെ പ്രശ്നം അത് ഈ പറഞ്ഞ പോലെ തന്നെ അതിലൊരു നമ്മുടെ സ്കൂളിൽ ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് കൂടി ഞാൻ കണ്ടൊരു സാധനമാണ് ഈ ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ, കുറച്ച് ഗ്രൂപ്പ്സ് ഓഫ് അത് ഞാനും പറയാൻ വന്നത്, ഗ്രൂപ്പിന്റെ കാര്യം പറയാൻ വന്നത്. ഇന്നയാളുടെ ഗ്രൂപ്പിൽ നടക്കണല്ലേ എന്നൊരു ചോദ്യം വരും. അത് മാത്രമേ ഇന്ന കുട്ടികളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആളല്ലേ, ഇന്ന ആളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആ ആളല്ലേ. ആ ആ ആ ആ അതല്ല ഞാൻ പറയാൻ വന്നതല്ലോ. ഇപ്പൊ കൂടിയിട്ട് ഫ്രണ്ട്സ് എല്ലാവരും പല സ്ഥലത്ത് നിൽക്കുന്നത്, പല ജോലി ചെയ്യുന്നത്, പല 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 കാര്യങ്ങൾ ചെയ്യുന്ന പലരും കാണാറുണ്ട്. അത് ഈ പറയുന്ന ഗ്രൂപ്പ്സ് ഓഫ് ഫ്രണ്ട്സ്, അവരുടെ ഗ്രൂപ്പ് മാത്രം കാണും, അവരുടെ ഗ്രൂപ്പ് മാത്രം കാണും. ഈ പറഞ്ഞ ഞാനും ഇവിടെ ഒരു ഗ്രൂപ്പിലും ഇല്ല, ഞങ്ങളെ ആർക്കും കാണാനും വേണ്ട, ആരും കാണുന്നില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ എണീക്കുമ്പോൾ എല്ലാവർക്കും കാണാൻ വെച്ചൊരു മെസ്സേജ് അയക്കലാണ് ഞങ്ങൾക്ക് മെയിനായിട്ടുള്ളത്. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ആരുടെയും കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ടോ എന്തിനെങ്കിലും വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാള് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചാലേ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിച്ച ഒരാൾക്ക് അങ്ങോട്ട് മെസ്സേജ് അയച്ചാൽ, മിക്ക കുട്ടികൾക്ക് ഞാൻ അങ്ങോട്ട് മെസ്സേജ് റിപ്ലൈ പോലും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടാണ്ട് കിടക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ അത്ര അവരെ അത്രയും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സമയമാണ്. ഇപ്പോഴും ഇഷ്ടക്കുറവൊന്നുമില്ല കേട്ടോ, ഇഷ്ടപ്പെട്ടിരുന്നിട്ടാണ് അവർക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പൊ അതുകൊണ്ട് റിപ്ലൈ മറുപടി കിട്ടാത്തതുകൊണ്ട് നമ്മളത് ഉപേക്ഷിക്കും, അല്ലെങ്കിൽ അവർ കണ്ടിട്ട് ഇതും കണ്ടാൽ ഇതും കുട്ടികളോടോ അല്ല ക്ലാസ്മേറ്റ്സിനോടോ ഉള്ള ഇഷ്ടക്കുറവും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിള്ളേരൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ എന്റെ ഒരു ക്യാരക്ടർ അതായിരുന്നു. അതുകൊണ്ട് എന്നെ ആർക്കും അങ്ങനെ ഓർമ്മയില്ലെന്ന് പറയുന്നത് അവരുടെ തെറ്റല്ല. ഒരു മുക്കാൽ പരിധി വരെ എന്റെ തെറ്റ് തന്നെ, അല്ല തെറ്റല്ല പക്ഷെ അത് ചേച്ചി, ആരുടെയും. കാരണം നമ്മുടെ ഒരു ക്യാരക്ടർ അതാണ്. അല്ല നമ്മുടെ തെറ്റാണെന്ന് പറഞ്ഞാൽ ഞാൻ വേറെ കാര്യം പറയട്ടെ, നമ്മളുടെ തെറ്റുമല്ലത്.
നമ്മളെ മനസ്സിലാക്കാൻ അവിടെ സ്പേസ് കിട്ടിയിട്ടില്ല നമുക്ക്. നമ്മളിങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ അടുത്തേക്ക് വന്ന് മിണ്ടാനുള്ള ഒരാള് നമ്മുടെ കൂടെ ഇല്ലായിരുന്നു. നമ്മുടെ തെറ്റുമല്ലത്, അണ്ടർസ്റ്റാൻഡ് ചെയ്യണ, അതായത് നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് തന്നെ ആളുകളില്ലായിരുന്നു. നമ്മളിങ്ങനെയാണ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഓപ്പൺ ആവാൻ പാടാണ്, നമുക്ക് മിങ്കിൾ ചെയ്യാൻ പാടാണ്, എന്നാ നീ വാന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ആരെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. എനിക്കിത് പറഞ്ഞപ്പോ ഓർമ്മ വന്നത് മറ്റേ ഇടുക്കി ഗോൾഡ് സിനിമയിലെ ക്ലൈമാക്സിൽ ഒരു സീൻ ഉണ്ട്. ലാലിന്റെ ചെറുപ്പം കാണിക്കുമ്പോ ലാസ്റ്റ് ഫ്രണ്ട്സ് എല്ലാവരും നിന്നിട്ട് ലാലിനെ കൂടെ വിളിക്കുന്നത്. ആ ലാല് പറയുന്നത് നിങ്ങളുടെ കൂടെ നടക്കാൻ, നിങ്ങളുടെ കൂട്ടുകാരായിട്ട് അങ്ങനെ അതെ ഞാൻ അതെ അതെ അതെ. കുറച്ച് ഗ്രൂപ്പ്സ് ഓഫ് ഫ്രണ്ട്സിനെ കാണും. എനിക്ക് അവരുടെ കൂട്ടുകൂടി നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അവർ എന്നെ കൂട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള കുറെ സിറ്റുവേഷൻസും ഇഷ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ സ്കൂൾ ടൈമിൽ. എനിക്ക് പേഴ്സണൽ ആയിട്ട് കേട്ടോ, ഗേൾസിന്റെ സൈഡിൽ നിന്ന്. ഇപ്പോഴാണെങ്കിലും ഇവരുടെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള 3-4 ഗേൾസ്, 2-3 ബോയ്സ്, ഇവര് മാത്രമേ എപ്പോഴും റീയൂണിയൻ വെച്ച് എപ്പോഴും കാണുള്ളൂ. നമ്മൾ ഈ സ്റ്റാറ്റസ് ഒക്കെ കാണുമോ, അല്ലെങ്കിൽ നമ്മൾ ഈ സ്ഥലത്ത് തന്നെ പ്രശ്നം തട്ടി ഇവരുടെ അടുത്ത് തന്നെ നമ്മൾ താമസിക്കുന്നുണ്ടോ, എല്ലാവർക്കും കോണ്ടാക്ട് ഉണ്ടോ, നീ വരുന്നുണ്ടോ, ഞങ്ങളിങ്ങനെ പോകുന്നുണ്ട്, നീ വരുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണാം, അങ്ങനെയൊന്നുമില്ല. അവരവരുടെ ഗ്രൂപ്പ്, അവരവരുടെ ഫ്രണ്ട്സ് ബാക്കിയുള്ള അവർക്ക് സ്പെഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പ്, ഇൻസ്റ്റാ പേജ്, അങ്ങനെ ഭയങ്കര ഇപ്പൊ ആലോചിക്കുമ്പോൾ നല്ല വിഷമം തോന്നുന്നുണ്ട്. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞ് ഇതിന് മാത്രം എനിക്ക് ആകെ നല്ല കമ്പനി ഉള്ള ഒരു ഒരു ശതമാനം പോലും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് മാർക്ക് കുറഞ്ഞ കുട്ടികൾ മൊത്തം മണ്ടന്മാരുവാ. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന സെലക്ട് ചെയ്ത ഫേവറേറ്റ്സ് ആയിട്ടുള്ള കുട്ടികൾ വെച്ച് ബാക്കി എല്ലാവരും മണ്ടന്മാരുവാ. അതിൽ ചില കുട്ടികൾക്ക് സയൻസിൽ നല്ല കഴിവായിരിക്കും, ചിലർക്കൊക്കെ മാത്സിലായിരിക്കും, ചിലർക്കൊക്കെ ലാംഗ്വേജിലായിരിക്കും. അതൊന്നും ഇവിടെ പ്രസക്തിയില്ല. എല്ലാ വിഷയവും ഒരുപോലെ പഠിച്ച് മാർക്ക്. എല്ലാത്തിലും അതാണ് ഇവിടെ ഞങ്ങളുടെ സ്കൂളിൽ പ്രസക്തി അതായിരുന്നു. എല്ലായിടത്തും അവര് ഡിസൈഡ് ചെയ്യുക, അവര് ഫ്രെയിം ചെയ്യുക. പഠിപ്പികൾ എന്ന് പറഞ്ഞ ലേബൽ വന്നിട്ടുണ്ടെങ്കിൽ പഠിക്കുന്ന കുട്ടികളെ കുറ്റം പറയുകയല്ല, ടീച്ചേഴ്സ് ലേബൽ ചെയ്യുക. പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ ആയിരിക്കണം, ഇവരെ കണ്ടു പഠിക്കുക, ഇവരെ പോലെ ആവണം. നമുക്ക് അങ്ങനെ ആവാൻ പറ്റും, നമ്മൾ ശ്രമിക്കാത്തോണ്ടൊന്നുമല്ലോ, നമുക്ക് പറ്റില്ല എന്ന് അവർ മനസ്സിലാക്കണം. അങ്ങനെ ആവണം, പുഷ് ചെയ്യുവാണ് ആ ഫ്രെയിമിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി. ഈ ഡിസ്ക്രിമിനേഷൻ എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു. സ്കൂളിൽ പബ്ലിക്കായിട്ട് ആദ്യമായിട്ട്, അതായത് ഞങ്ങളുടെ സ്കൂളില് ഞങ്ങൾക്ക് മാത്സിന് ഒരു ട്യൂഷൻ ഉണ്ടായിരുന്നു. മാത്സിന് വണ്ടിയാണ്, മാത്സിന് ട്യൂഷൻ ഉണ്ടായിരുന്നു. ട്യൂഷൻ വലിയൊരു ടീച്ചറും സാറും ഹസ്ബൻഡ് വൈഫ് അവർ നടത്തുന്ന ഒരു ട്യൂഷൻ ക്ലാസ് നടത്തിക്കൊണ്ടിരുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവരെന്റെ അടുത്തുള്ള ഒരു സമീപനം കൊണ്ട് എനിക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായി. ഇവര് ഭയങ്കര മോശമായ രീതിയിൽ എൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് അവിടെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അവിടെ നിന്ന് മാറി ഞാൻ വേറൊരു ട്യൂഷൻ ക്ലാസ്സിൽ പോയി ചേർന്നു. അപ്പൊ അത് അവർക്ക് ഇഷ്ടമായില്ല. ഈ ടീച്ചർ നമ്മുടെ സ്കൂളിൽ വന്നിട്ട് മാത്സ് പഠിപ്പിക്കാൻ വേണ്ടി വന്നു. മാത്സ് പഠിപ്പിക്കാൻ വേണ്ടി വന്നപ്പോ ഫ്രാക്ഷൻ എന്താ ചെയ്യുന്നതെന്ന് സാധനം പുള്ളിക്കാരി പഠിപ്പിച്ച് തന്ന അത് ട്യൂഷൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പുള്ളിക്കാരി എന്നെ പഠിപ്പിച്ച് തന്ന ഒരു മെത്തേഡില്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന ഒരു മെത്തേഡില് ഞാൻ ചെയ്ത് എനിക്ക് കിട്ടി. ആക്ച്വലി പുള്ളിക്കാരി പഠിപ്പിച്ചു തന്ന മെത്തേഡാണ് അത്. ഞാൻ വേറൊരു ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നതിന്റെ ദേഷ്യത്തില് അവർ പരസ്യമായിട്ട് തന്നെ അവമാനിക്കും. ക്ലാസ്സിൽ എല്ലാവരും നിൽക്കുക, കണ്ടടത്ത് പോയി നിരങ്ങി പഠിച്ചിട്ട് വരുന്ന സാധനം എന്നെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതാരാ തന്നെ പഠിപ്പിച്ചത് ഈ ഒരു സാധനം? എന്നിട്ട് ഇതല്ല, ഇതിന് വേറെ കോമഡി ഇതുണ്ട്, വേറെ വെർഷൻ കൂടെ ഉണ്ട്. ഈ ടീച്ചർ തന്നെ ക്ലാസ്സിലെ ചില സ്റ്റുഡൻസിനെ വൈകുന്നേരം വിളിച്ചു വരുത്തി ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. അതായത് ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചർ തന്നെ, ഇവളിപ്പോ വേറെ ട്യൂഷൻ ക്ലാസ്സിൽ പോയി ചീത്ത പറഞ്ഞില്ലേ, അതേ ടീച്ചർ തന്നെ ക്ലാസ്സിൽ 5-6 പിള്ളേരെ വിളിച്ചിട്ട് അവർക്ക് ട്യൂഷൻ എടുത്തു കൊടുത്ത്, അവർക്ക് പരീക്ഷയ്ക്ക് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടി, ഇന്ന പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടി. വിളിച്ചെടുക്കണല്ല, ഇവർ ഓൾറെഡി ട്യൂഷൻ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്, ഓൾറെഡി അവിടെ പഠിക്കുന്നത്. അപ്പൊ അവരുടെ ട്യൂഷൻ ക്ലാസ്സിൽ പേര് വെക്കാമല്ലോ, എന്റെ ട്യൂഷൻ ക്ലാസ്സിൽ പഠിച്ച പിള്ളേർക്ക് ഫുൾ A+. അങ്ങനെയും കുറച്ച് പേരുണ്ടായിരുന്നു നമുക്ക്. ഞങ്ങൾക്ക് സ്കൂളിൽ ഞാൻ +2 CBSE തന്നെ പഠിച്ചു. അപ്പൊ +2 ഞങ്ങൾക്ക് ഒരു സാറുണ്ടായിരുന്നു. ആ സാർ ഏത് സബ്ജക്റ്റ് പഠിപ്പിക്കണേന്ന് ഞാൻ പറയുന്നില്ല. ആ സാറ് ക്ലാസ്സിൽ വരും. ക്ലാസ്സിൽ വന്നിട്ട് ഞാൻ ആ സ്കൂളിൽ പുതിയതായിട്ട് തന്നെ, ഞാൻ +2 കഴിഞ്ഞ് +2 വേറെ സ്കൂളിൽ തന്നെ. അപ്പൊ ആ സാറ് ക്ലാസ്സിൽ വന്നിട്ട് ഒന്നും പഠിപ്പിക്കണില്ല, ഒരാഴ്ചയായിട്ട് ഒന്നും പഠിപ്പിക്കുന്നില്ല. ക്ലാസ്സിൽ വന്ന് ഒന്നും പഠിപ്പിക്കുന്നില്ല. എനിക്ക് മനസ്സിലാവണില്ല, സാറ് വരുന്നു, അവിടെ ഇരിക്കുന്നു, എന്തെങ്കിലും ചെയ്തോളാം പറയും. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഈ സാറ് വേറൊരു ട്യൂഷൻ ക്ലാസ് നടത്തുന്നുണ്ട്. ഞാൻ ഒഴിച്ച് ഈ ക്ലാസ്സിലെ ബാക്കി എല്ലാ പിള്ളേരും ആ ട്യൂഷൻ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്.
സാറ് ക്ലാസ് എടുക്കണ ട്യൂഷൻ ക്ലാസ്സിലാ. സാറ് ക്ലാസ്സിൽ വന്ന് ചുമ്മാ ഇരിക്കുള്ളൂ. ഓ അടിപൊളി. ഇതിന്റെ അലിഗേഷൻ നമ്മൾ കേട്ടുള്ള സർക്കാർ സ്കൂളിലെ ടീച്ചേഴ്സിനെ പറ്റി. അവര് വെറുതെ വരുന്നു, കാശ് മേടിക്കുന്നു, പോകുന്നു പറയുന്ന സാധനം നമ്മൾ ഞാനിത് മനസ്സിലാക്കാൻ എനിക്ക് 2 ആഴ്ച കഴിഞ്ഞ എന്റെ വീട്ടിൽ നിന്ന് പുറത്തുണ്ട് സ്കൂളിലേക്ക്. ഞാൻ വിചാരിക്കണേന്ന് പറഞ്ഞാൽ സാറ് വരുന്നു ചുമ്മാ ഇരിക്കുന്നു. ഓക്കെ, പിള്ളേര് അതിനനുസരിച്ച് പിള്ളേര് എന്നാ പഠിക്കണ പിള്ളേരുണ്ട് ഒത്തിരി അവര് പോലും സാറ് പഠിപ്പിക്കണമെന്ന് കംപ്ലൈന്റ് ചെയ്യണ. എന്താ ഇത്? കാരണം 28 പിള്ളേർ എന്റെ ക്ലാസ്സിലെ, അതിനകത്ത് 27 പിള്ളേരും ഈ സാറിനടുത്ത് ട്യൂഷൻ ഒപ്പോണ്ടിരുന്നവരാണ്. സാർ ഇവിടെ സ്കൂളിൽ വന്ന് ശമ്പളം മേടിച്ച് പാരലായിട്ട് വേറൊരു സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുക. സ്കൂളുകാർക്കും കുഴപ്പമില്ല, എല്ലാവർക്കും അറിയാം സാറ് ട്യൂഷൻ ക്ലാസ് നടത്തുന്നുണ്ട് എന്ന്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സ്കൂളിലുള്ള കഥകൾ. ആലോചിച്ചാ ഒരുപാട് പറയാനുണ്ട്. പണ്ട് നമ്മളെ ക്രിയേറ്റ് ചെയ്തെടുത്ത നമ്മുടെ സ്കൂൾ ലൈഫ് ഇങ്ങനെയാണല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ്. ശരിക്കും ഉണ്ടല്ലോ ഇതിനോടൊക്കെ ഇപ്പോഴും നല്ല ദേഷ്യമുണ്ട്. എന്നാ ചില സമയത്ത് ഓർക്കും, ഞാൻ എന്തിനാ ഇവരോട് ദേഷ്യം വെക്കുന്നേ? എന്ത് കാര്യത്തിനാ? അവരല്ല ദേഷ്യമല്ല, നമുക്കത് കിട്ടാതിരുന്നതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. ആലോചിക്കും കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ്. പക്ഷെ ആലോചിക്കുമ്പോ നമുക്ക് ദേഷ്യം തോന്നിട്ട് കാര്യമില്ല. ഇതൊക്കെ മനസ്സിലാക്കി ഇതൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു തരേണ്ടവര് തന്നെ നമ്മളെ അടുത്ത് ഇങ്ങനെയാ കാണിക്കുന്നത്. ആര് വന്നാലും ഇവരിതേ കൊടുക്കാനുള്ളൂ. ഇവർക്ക് ഇത് കൂടുതൽ അവർക്കൊന്നും ഇല്ല. അവരിങ്ങനെയാണ് ട്രെയിൻ ചെയ്തെടുത്തിരിക്കുന്നത് അവരെ തന്നെ. അവർക്ക് കൊടുക്കാനൊന്നുമില്ല. പക്ഷെ നമുക്ക് ശരിക്കും ചിലപ്പം അവരങ്ങനെ ആയോണ്ടായിരിക്കും നമ്മളിപ്പൊ ഇങ്ങനെ ആയത്. ചിലപ്പം അത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പം. പക്ഷെ എന്നാലും അത് ഒരു രീതി തിരികെ നമുക്ക് ഭയങ്കര പാടാം. കാരണം ഇനിയുള്ള കുട്ടികൾക്കെങ്കിലും അങ്ങനത്തെ ഒന്നും നേരിടേണ്ടി വരരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല, ഇപ്പോഴത്തെ സ്കൂളിംഗ് സിസ്റ്റം മൊത്തത്തിൽ പോയി കിടക്കും. ഇപ്പൊ പഠിപ്പിക്കുന്ന കേസാണെങ്കിൽ പോലും പഠിക്കുന്ന കേസാണ്. ഇപ്പം A4 ആപ്പിൾ എന്നുള്ള കൺസെപ്റ്റ് അത് തീർന്നു. അത് പിന്നെയും ഇപ്പൊ പിള്ളേരിലേക്ക്, ഇപ്പോഴത്തെ ചെറിയ പിള്ളേരിലേക്ക് അവരൊക്കെ തന്നെ സെൽഫ് ഡെവലപ്പ് ആയിട്ട് പഠിക്കുന്ന കാര്യമാണ് A വെച്ച് ആപ്പിൾ. ആപ്പിൾ മാത്രമല്ല, അല്ല ഇപ്പൊ നമ്മൾ വീഡിയോ കാണുന്നില്ലേ, 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടികൾ വരെ ഭയങ്കര കൂട്ടത്തോട് ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കുന്നു. ഡെവലപ്ഡ് ആയി. എന്നിട്ട് നമ്മുടെ കരിക്കുലംസ് ഡെവലപ്പ് ആവണില്ല. സിസ്റ്റം മാറുന്നില്ല. പണ്ട് വരെ നമ്മുടെ സിസ്റ്റം ഉണ്ടാവും. രാവിലെ 8:30 സ്കൂളിൽ പോകുന്നു, 4 മണി വരെ സ്കൂളിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ 3 വരെ സ്കൂളിൽ ഇരിക്കുന്നു. A for apple, B for ball, C for cat, D for dog, 1 2 3 4 5 6. ശരിക്കും നമുക്ക് ലൈഫിൽ എന്താ ആവശ്യമുള്ളത്? കുറച്ച് ലാംഗ്വേജ് ആവശ്യമുണ്ട്. കണക്ക് കൂട്ടാനും കുറയ്ക്കാനും ഹരിക്കാനും ഗുണിക്കാനും അത്യാവശ്യം ബേസിക് മാത്സ് അറിയില്ലേ? ബേസിക് നമ്മൾ ഈ പഠിച്ച പല കാര്യങ്ങളും എല്ലാവരും പറഞ്ഞ ട്രിഗ്നോമെട്രിയുടെ കേസൊക്കെ അതൊക്കെ നമുക്കൊന്നും അത് ബേസിൽ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ശരിക്കും അത് ബേസ് ചെയ്ത് പഠിക്കുന്ന കുട്ടി. ഇപ്പൊ ഞാൻ ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ എന്നൊക്കെ ഉള്ള സാധനങ്ങൾ എഞ്ചിനീയേഴ്സിന് അങ്ങനെയുള്ളവർക്കാണ് ഇതിന്റെയൊക്കെ അങ്ങനെ എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ പഠിച്ച സംബന്ധിച്ച് ഞാൻ പഠിച്ച BBA വെച്ചോണ്ട് പിള്ളേരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് എന്തെങ്കിലും കരിക്കുലം ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് വേണ്ടത്. അല്ലാതെ അങ്ങനെ കുറച്ചുകൂടെ കുറെ കൂടെ കഴിയുമ്പോൾ എല്ലാം വരുമായിരിക്കും ഞാൻ തോന്നുന്നു. ഈ നമ്മുടെ സിലബസുകളാണ്, ഈ അമേരിക്കൻ സിലബസ് പോലത്തെ സിലബസുകൾ വരുവാണെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റുകളെ അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളെ ബേസ് ചെയ്തിട്ടുള്ള പഠിക്കാനുള്ളത് പഠിപ്പിക്കുക. അല്ലെങ്കിൽ ഒരാളുടെ എന്താ പറയാ, വരയ്ക്കാൻ ഇഷ്ടമുള്ളവരെ വരപ്പിക്കുക, പാടാനുള്ളവരെ പാടുക, അല്ലെങ്കിൽ ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരെ അങ്ങനെ ചെയ്യിപ്പിക്കുക. അതൊന്നും ചെയ്യില്ല. നമ്മുടെ സ്കൂളുകളിലെ കഴിവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള സയൻസിൽ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രിയില് മാർക്ക് മേടിക്കാൻ വേണ്ടി ടെക്സ്റ്റ് പഠിക്കാൻ, മാർക്ക് മേടിക്കാൻ എന്നുള്ളത് മാത്രമേ. നിങ്ങള് നെവർ ഹാവ് ഐ എവർ എന്ന് പറഞ്ഞ സീരീസ് കണ്ടിട്ടുണ്ടോ? ശരിക്കും ആ സീരീസിനകത്ത് സ്കൂളിംഗ് പാറ്റേൺ, അതായത് 2 പേര് അതിനകത്ത് മത്സരിക്കുന്നു, കോമ്പറ്റീറ്റീവ്. അവർക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി അവർ പഠിക്കുകയല്ലേ ചെയ്യണേ, അവരോരോ അഡീഷണൽ സ്കിൽസ് ആണ് ചെയ്യണത്. ഓരോ അതായത് അവർക്ക് പൂളിൽ വർക്ക് ചെയ്തും അല്ലെങ്കിൽ ഫിസിക്കൽ ട്രെയിനിങ്ങിന്റെ വർക്ക് ചെയ്തും അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലറസ് ചെയ്തിട്ടാണ് അവർക്ക് മാർക്ക് അവിടെ ഷെഡ്യൂൾ ചെയ്തു വന്നത്. നമുക്ക് എങ്ങനെയാ, ബയോളജിയുടെ 10 ക്വസ്റ്റ്യൻ പഠിച്ചാൽ 10 മാർക്ക് ഉള്ളിൽ കിട്ടും. ഇതാണ് നമ്മുടെ സിസ്റ്റം. അത്രേ ഉള്ളൂ. ഡിബേറ്റിലൊക്കെ പങ്കെടുക്കണമെന്നും ഡിബേറ്റിൽ സംസാരിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പഠിക്കുന്ന കുട്ടികളെ ഡിബേറ്റിൽ പോവാ, അല്ലാണ്ട് അങ്ങനെ പറയാ.
ഇപ്പൊ ഇവിടെ ഇത് കസിന്റെ പറയണതല്ല, ഹസ്ബൻഡിന്റെ നമ്മളോട് കസിന്റെ പറയുന്നതല്ല. കുട്ടി. ഉം, പറഞ്ഞോ. നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് പറയുമല്ല, നമ്മളെ എന്നാ പറയണ്ടേ ഇങ്ങനെ പറഞ്ഞപ്പോ പഠിക്കണവരെ പഠിക്കണവർക്കാണ് ഡിബേറ്റിന് നമ്മളോട് പറയുമല്ല, നമ്മളുടെ അടുത്ത് ചെയ്ത് കാണിക്കണം. അതായത് ക്ലാസ്സിൽ വരുന്നു ഡിബേറ്റ് കോമ്പറ്റീഷൻ ഉണ്ട്, പഠിക്കണ 3 പേരുടെ പേര് എഴുതിയിട്ട് നിങ്ങൾ 3 പേരെ അതെ. ബാക്കിയുള്ളവരൊന്നും പങ്കെടുക്കുക. ഇപ്പൊ ഇവിടെ ഹസ്ബൻഡിന്റെ കസിന്റെ മോനുണ്ട്, അവനെ വിടുന്നത് ഇതുപോലെ ഒരു പിന്നെ ഇവിടെ അടുത്തൊരു സ്കൂൾ, അവിടെ അപ്പൊ അമേരിക്കൻ സിലബസ് അവിടെ. അന്നേരം അപ്പൊ അവർക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ക്ലാസ് ടൈമിൽ നമ്മളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ ഇരുത്തി, പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും നിർത്തി ഡിവിഷൻ ഒക്കെ ഉണ്ടായിരുന്നില്ലേ, പിള്ളേരെ മിക്സ് ചെയ്തിട്ട് അവർക്ക് എല്ലാവർക്കും ഒരേ യൂണിഫോമാണ് മിക്സ് ചെയ്തിരുത്തുക. പിന്നെ കളിക്കുമ്പോഴും പഠിക്കുമ്പോഴും എല്ലാം. പിന്നെ അവർക്ക് എക്സ്ട്രാ ആയിട്ട് അവർക്ക് അവരുടെ കഴിവുകൾ എന്താന്ന് കണ്ടുപിടിച്ച് അത് പഠിപ്പിക്കുന്നൊക്കെ ഒരു പരിപാടി ഉണ്ട്. ഇപ്പം വെക്കേഷൻ ആയി കഴിഞ്ഞാലും താല്പര്യമുള്ള കുട്ടികൾക്ക് രാവിലെ അവർ ബസ് ഉണ്ട്, അപ്പൊ താല്പര്യമുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന പോലെ തന്നെ പോകാം. ഇപ്പൊ അവിടെ പഠിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് പഠിപ്പിക്കുന്ന പരിപാടിയല്ല. അപ്പൊ അവർക്ക് എക്സ്ട്രാ പിന്നെ നമ്മുടെ പഠിക്കാൻ പറ്റുന്ന പാട്ട് പഠിക്കണമെങ്കിൽ, വരയ്ക്കാൻ പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ മാർഷൽ ആർട്സ് പഠിക്കണമെങ്കിൽ അങ്ങനെ എല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ രാവിലെ ഇപ്പൊ പിള്ളേർക്കാണെങ്കിൽ ഇപ്പൊ തന്നെ തന്നെയൊക്കെ ഉള്ള കുട്ടികൾ, അവൻ ഒറ്റ കുട്ടിയാണ്, അത് കാരണം ഇപ്പൊ വീട്ടിലിരുന്ന് പിന്നെ വെക്കേഷൻ ആണെന്ന് പറഞ്ഞാലും വീട്ടിലിരുന്നിട്ട് അവൻ ചെയ്യുന്നതിനെക്കാട്ടിലും എൻജോയ് ചെയ്യാം. പിള്ളേരുടെ കൂടെ പോയി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെയാ, പഠിക്കണ്ട. അത് കാരണം ഇപ്പൊ അവർക്ക് സുഖമാണ്, അടിപൊളിയാ. അത് നല്ലൊരു കാര്യം. കാരണം ഞാനും എൻ്റെ അനിയനും തമ്മിൽ 8 വയസ്സ് വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ കുഞ്ഞാറ സമയത്ത് അവൻ കളിക്കാൻ, അപ്പം ഞാൻ ഈ വീട്ടില് അവധിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ചുമ്മാ ഇരിക്കൽ മാത്രമേ ഉള്ളൂ, ഒരു എന്റർടൈൻമെന്റ് ആക്ടിവിറ്റി ഇല്ല, ഒന്നുമില്ല. അന്ന് നമുക്ക് ഫോണില്ല, ഒന്നുമില്ല, TV മാത്രം. എത്ര നേരം TV കണ്ടോണ്ടിരിക്കുക. അത് വെച്ച് നോക്കുമ്പോ അവന് രാവിലെ എന്നും പിന്നെ സ്കൂളിൽ വിടുന്ന പോലെ രാവിലെ ബസ് വരുമ്പോ ഇപ്പൊ യൂണിഫോം തന്നെ വേണമെന്നില്ല. അപ്പൊ അവന് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് ബാഗ് എടുക്കണ്ട, ഒന്നും ചെയ്യണ്ട, അത് സുഖമായിട്ട് രാവിലെ പോകുന്നു, കുട്ടികളായിട്ട് അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ടെക്സ്റ്റോ ബുക്കോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ അങ്ങനത്തെ ഒരു പ്രഷറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അവന് ഇഷ്ടമുള്ള, അവന് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ടെന്ന് പറയുന്നു, അന്നേരം അത് പഠിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമുള്ള പിള്ളേർക്ക് ഇഷ്ടമുള്ളത് പഠിക്കാന്നുള്ളതാണ് രാവിലെ. നല്ല കൺസെപ്റ്റ്. അങ്ങനെ വേണമെന്നാ ഞാൻ പറയുന്നത്. അപ്പൊ പിള്ളേർക്ക് ഉണ്ടല്ലോ നമുക്കപ്പൊ എന്ത് കഴിവുള്ളതെന്ന് അത് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ചെയ്യാൻ പിള്ളേർക്കും പറ്റും, അല്ലെങ്കിൽ പാരന്റ്സിനാണെങ്കിലും പറ്റും, ടീച്ചേഴ്സിനും അത് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരു സിസ്റ്റം വരണം. അതിപ്പം ഈ കാര്യം പറഞ്ഞപ്പോഴാണ് സെക്സ് എഡ്യൂക്കേഷൻ സീരീസ് കണ്ടിട്ടില്ലേ, അതിനകത്ത് ഓരോ ഇപ്പൊ മേവിക്ക് പടം വരയ്ക്കാൻ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ സെഷൻസ് കാണും. വേണമെങ്കിൽ അവിടെ പോയി നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാം പടം വരയ്ക്കണ കേസ്, അല്ലെങ്കിൽ നമുക്ക് എന്താണോ സ്കൾപ്ചർ ഉണ്ടാക്കുന്ന പരിപാടിയുണ്ട്, കേക്ക് ഉണ്ടാക്കുന്ന പരിപാടിയുണ്ട്, കെമിസ്ട്രി ലാബിന്റെ ഓരോ കെമിക്കൽസ്. ഒരുപാട് സ്കൂൾ വിശേഷങ്ങളും ഒരുപാട് വിഷമാണ് പറഞ്ഞത്. അതെ, എവിടെയെങ്കിലും ഒക്കെ ഒന്ന് തുറന്നു പറയാൻ കിട്ടിയ ഒരു അവസരം. സത്യമായിട്ട് ഇതിപ്പോ എനിക്ക് അറിയുപോലും ഇല്ല, കൂടെ പഠിച്ചൊരു കാണുമോ അല്ലെങ്കിൽ ആ പഠിച്ച സാറ് കാണുമോ ടീച്ചേഴ്സ് കാണുമോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഇത് പറയണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മള് കുറെ നാളായിട്ട് നമ്മളുടെ ഉള്ളിലുള്ള കാര്യം തന്നെയായിരുന്നു ഇത്. കാരണം ഫേസ് ചെയ്ത കാര്യം തന്നെ ഇത് ഇപ്പോഴും നമ്മൾ ആലോചിക്കുമ്പോ വിഷമിക്കുന്ന കാര്യങ്ങൾ തന്നെയാ. ഇനിയുള്ള പിള്ളേർക്ക് ഇപ്പോഴാണെങ്കിലും അത് വിഷമം ഉണ്ടാക്കുന്ന ഒരു സാധനം എന്നുള്ളതാണ്. അത് ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ ഒരു വല്ലാത്തൊരു പെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊന്നും നമ്മൾ മറക്കാത്തത്, ഇപ്പോഴും വിഷമത്തോടെ ഓർക്കുന്ന അത്രയും സങ്കടം വരാനുള്ള കാരണം ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ മുറിവുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതെ, നമുക്ക് നിർത്തിയാലോ? ഓക്കെ, ശരി, നാളെ ടോപ്പിക്കായിട്ട് ബൈ ബൈ.